ഇങ്ങനെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വെറുതെ യുദ്ധം ചെയ്യാനൊന്നുമല്ല. നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ നടത്തുന്ന ടെറർ, ആ ടെറർ അവർ തലമുറകളോളം ഓർത്തിരിക്കണം. ഇങ്ങനെ ഒരു സാധനം വേറെ ഏതെങ്കിലും മതത്തിലൊക്കെ പറയുന്നുണ്ടോ? നരകം നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം, ഇതൊന്നും വയലൻസ് അല്ല എന്നുള്ള രീതിയിലാണ് ഇത് വരിക. ഇത് തീയിൽ കിടന്ന് അൽഫാം ഉണ്ടാവുന്ന ഒരു സാധനം, അത്രേ ഉള്ളൂ. ഈ നമ്മൾ ഗ്രിൽഡ് ചിക്കൻ്റെ ആ ഒരു അവസ്ഥ അത് ആലോചിച്ചാൽ മതി. നമ്മളുടെ നരകക്കോഴി എന്നുള്ള അതിനെ വിളിക്കുക. അപ്പോൾ ഒരു യുദ്ധതന്ത്രമായിട്ട് നിങ്ങൾക്ക് സൂയിസൈഡ് ബോംബിങ് ഉപയോഗിക്കാം. ഇതാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന സാധനം. ഇപ്പം മറ കെട്ടി ആളുകളെ വേർതിരിച്ചുകൊണ്ട് ഈ ക്ലാസ് എടുക്കുന്ന പരിപാടിയാണ് ഈ ഏറ്റവും ഒടുവിൽ അവർ ചെയ്തതിൻ്റെ ഒരു വലിയ വിവാദമായ ഒരു സംഭവം. അപ്പോൾ അതെന്താണ് കാര്യം? ഇതേ കാര്യം തന്നെയല്ലേ താലിബാൻ അവിടെ ചെയ്യുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് കോളർ ടെററിൽ അതിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കാനും ഈ റാഡിക്കലൈസേഷനും എല്ലാ തരത്തിലുള്ള പങ്കും വഹിക്കുന്ന ഗ്രൂപ്പാണ് ഈ വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കാരണം ആക്കുന്നത് ആരാണ്? സംഘികളല്ല, ആക്കുന്നത് ഈ തീവ്രവാദികൾ തന്നെയാണ്. അപ്പോൾ സാധാരണ മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ തീവ്രവാദികളാണ്. പക്ഷേ എക്സ് മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഞാൻ നോക്കുമ്പോൾ അതൊരു സമാധാനമാണ്. കാരണം ഒരു ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. തീവ്രവാദികൾ ഏതെങ്കിലും കടത്തി വിട്ടിട്ടുണ്ടാവില്ല, അവർ നന്നായിട്ട് അവിടെ നോക്കിയിട്ടുണ്ടാവുമല്ലോ എന്നൊരു സമാധാനം. ഹായ് ഹലോ മീഡിയ ഭാരതിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അഥീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ ചാറ്റ് വിത്ത് അഥീന. ഇന്ന് നമ്മുടെ അതിഥി ചാറ്റ് വിത്ത് അഥീനയിലെ ഇന്നത്തെ അതിഥി വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആരാണെന്ന് നമുക്ക് നോക്കാം. ആരിഫ് ഹുസൈൻ ആണ്. എക്സ് കമ്മ്യൂണിസ്റ്റ്, എക്സ് മുസ്ലിം, എക്സ് ഹോമിയോപാത്ത്, എക്സ് വോക്ക്. ഇനി എന്തെല്ലാം വിശേഷണങ്ങളാണ് ഇനി വരാനിരിക്കുന്നുള്ളൂ. എനിക്കിങ്ങനെ തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ, എന്താ പറയാ, ഓരോ സെക്കൻഡിലും ഇംപ്രവൈസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു പേരിന് മുന്നിലുള്ള ഒരു പ്രിഫിക്സ് ഇല്ലേ, ഡേ ബൈ ഡേ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവാണ്. എക്സ് മുസ്ലിം ആണ്, എക്സ് കമ്മ്യൂണിസ്റ്റ് ആണ്, എക്സ് ഹോമിയോപ്പത്ത് ആണ്, എക്സ് വോക്ക് ആണ്. എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത്? നമ്മൾ പൊതുവെ ആളുകൾ പറയാറുണ്ട്, ഈ നമ്മൾ സമൂഹത്തിനെ പേടിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്, നിലനിൽക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ടോ. എന്നിട്ട് എല്ലാവരുടെ ഉള്ളിലുള്ള വലിയൊരു ആഗ്രഹമാണ് അവനവനായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു കാര്യം. എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ്, പക്ഷെ ആർക്കും സാധിക്കാറില്ല. കാരണം എല്ലാവരും ഏറ്റവും മിനിമം ബാപ്പ എന്ത് വിചാരിക്കും, ഉമ്മ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അയൽക്കാരൻ എന്ത് വിചാരിക്കും, അതല്ലെങ്കിൽ അങ്ങനെ പോകും കാര്യങ്ങൾ. ഓരോ ആളുകൾ എന്ത് വിചാരിക്കും, ഇങ്ങനെ വിചാരിച്ചിട്ടാണ് പല മണ്ടത്തരങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പം നമ്മളൊരു സോഷ്യൽ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇൻഡിവിജ്വൽ ആണ് പ്രധാനം എന്നാണ് നമ്മൾ പറയുക. ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തി അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ പറയും. സത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി എന്ത് പറയുന്നു അത് പറയുക. അവിടെ ആ പാർട്ടിക്കകത്തുള്ള വ്യക്തിക്ക് ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമൊന്നുമില്ല. അത് ഏത് പാർട്ടിയായാലും അത് തന്നെയാണ്, അത് മതമായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എവിടെ നോക്കിയാലും ഒരു കൂട്ടത്തിൻ്റെ ഒരു അഭിപ്രായം, കൂട്ടത്തിൻ്റെ രീതികൾ ഇത് ഫോളോ ചെയ്യുക, അങ്ങനെ ഒരു ഹേർഡ് മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ മെൻറ്റാലിറ്റി ഒരു ടെൻഡൻസിയാണ് അങ്ങനെ പോവുക എന്നുള്ളത്. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ അതിൽ നിന്ന് വേറിട്ട് പുറത്ത് കടക്കേണ്ടി വരും. അത് പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ ഈ മതം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ ഒരു ഓർഡർ നമ്മൾ പറയുന്ന സമയത്ത് സത്യത്തിൽ ആദ്യം ഞാൻ ഇങ്ങനെ ഒരു സംഗതി അപ്ലൈ ചെയ്ത് നമ്മൾ തുടങ്ങുന്നത് ഹോമിയോപ്പതിയുടെ കാര്യത്തിലാണ്. അത് നമ്മൾ പഠിച്ചൊരു വിഷയമാണ്. അപ്പോൾ അതൊരു കപടശാസ്ത്രമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുമ്പോൾ തന്നെ തുടങ്ങുകയാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. എന്നിട്ടാണ് ബാക്കി ഈ മതം ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരു കോമൺ എലമെൻ്റ് ഉണ്ട്. ഇപ്പോൾ എക്സ് ഹോമിയോ എന്ന് പറയുമ്പോൾ, അതുപോലെ എക്സ് മുസ്ലിം എന്ന് പറയുമ്പോൾ, എക്സ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ, എക്സ് വോക്ക് എന്ന് പറയുമ്പോൾ, ഇതിലെല്ലാം ഒരു കോമൺ സംഗതി ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം. ഒരു വ്യക്തിയുടെ മാത്രം ഒരു പ്രശ്നമല്ല. പക്ഷെ എന്റെ ഡൗട്ട് എന്താണെന്നറിയോ, ഇപ്പോൾ സ്വന്തം നിലപാടിൽ ഉറച്ച് ജീവിക്കുന്ന ഒരാൾ, ആരെയും ഭയപ്പെടാതെ തനിക്ക് എന്താണ് തോന്നുന്നത് അത് ആരും ഭയപ്പെടാതെ തന്നെയല്ലേ ഇത്രയും കാലം ഇത് സ്റ്റിൽ ഈ ഒരു മൊമെന്റ് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. പക്ഷെ എങ്ങനെയാണ് അത് എക്സ് വോക്ക് എങ്ങനെ ആയിത്തീർന്നു? ഇത് ആർക്കും സാധിക്കുന്ന കാര്യമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് അത്ര വലിയ അത്ഭുത സിദ്ധിയൊന്നുമല്ല. പക്ഷെ ആരും ഇതിന് തയ്യാറാവില്ല എന്നുള്ള. തയ്യാറാവാത്തതിൻ്റെ കാരണം ഈ ഒരു കെട്ടുപാടുകൾ ഭയന്നിട്ടാണ്. ഈ മറ്റുള്ള ആളുകൾ എന്ത് ഭയക്കും. ഇപ്പോൾ എക്സ് ഹോമിയോ എന്ന് പറയുമ്പോൾ, ഹോമിയോ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്മേറ്റ്സ് എന്ത് വിചാരിക്കും, ഇതാണ് അതിലൊരു പ്രധാന പ്രശ്നം. ക്ലാസ് ഗ്രൂപ്പിൽ നിന്നൊക്കെ നമ്മളെ പിടിച്ച് പുറത്താക്കിയതാണ്. അവരുടെ റിയൂണിയന്, നമ്മൾ ക്ലാസ് റിയൂണിയന് നമ്മൾ വിളിക്കാറൊന്നുമില്ല. എന്നാലും നമ്മളവിടെ ഇടിച്ച് കയറി ചെല്ലും, അത് വേറെ കാര്യം. പക്ഷേ ആ രീതിയിലാണ് ആ കാര്യങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ
ആ ഒരു വിഷയമുണ്ട്. അങ്ങനെ ഇപ്പം മതം വിടുമ്പോൾ ബാക്കിയുള്ള മതത്തിലുള്ള ആളുകൾ എന്ത് വിചാരിക്കും, ഇതാണ് അതിലെ പ്രശ്നം. ഇപ്പോൾ കമ്മ്യൂണിസം, അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ബാക്കിയുള്ള ആളുകൾ ഇതിനൊക്കെ തള്ളി പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും. ഇങ്ങനെ ഇനി വോക്ക് എന്ന് പറയുമ്പോൾ വോക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള അനീതികളോടൊക്കെ എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നത് അതിനോട് അവേക്കനാവുക എന്നുള്ളത് ഒരു വേണ്ട കാര്യമാണ്. അതിൽ സംശയമൊന്നുമില്ല. നമ്മൾ അതിനെക്കുറിച്ച് ബോധവാനായിരിക്കണം. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിനോട് നമ്മൾ പ്രതികരിക്കണം. അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഏതെങ്കിലും ഗ്രൂപ്പ് അതിനോട് നമ്മൾ പ്രതികരിക്കണം. ഒക്കെ ശരിയാണ്. പക്ഷേ ഈ ആവശ്യമുള്ളിടത്ത് ഇല്ലാത്തടത്തൊക്കെ ഇത് പൊക്കിക്കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സിനിമ പുറത്ത് വരുന്നു. അപ്പോൾ ആ സിനിമ ആരും കാണുന്നില്ല. എനിക്കുണ്ടായ ഒരു അനുഭവം തന്നെയാണ്. ഞാൻ അതിൽ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിലെ പോരായ്മകളെ കുറിച്ച് പറയുമ്പോൾ ആ ആള് ഉടനെ അവിടെ ജാതി കാർഡാണ് എടുത്തിരുന്നത്. ഓക്കെ, ഇത് ഞാൻ താഴ്ന്ന ജാതിക്കാരനായ ആൾ, ഞാൻ ഈ സിനിമ പിടിച്ചുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും കൂടി എന്നെ ഈ സിനിമ പൊട്ടിച്ചത് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും? സിനിമ പൊട്ടാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ ആളുകൾ കാണാതിരിക്കാൻ എന്തെല്ലാം കാരണമുണ്ട്. ഏറ്റവും മിനിമം ഞാൻ ആളോട് പറഞ്ഞത്, നിങ്ങളിത് ആളുകൾക്ക് കാണാൻ പറ്റുന്നിടത്ത് റിലീസ് ചെയ്യും, നല്ലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതെവിടെ പോയി കാണും? ഇപ്പം നമ്മളിപ്പോൾ ടെലഗ്രാമിൽ കയറി കാണണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണെന്ന് വിചാരിക്കാം, ഇതെവിടെ പോയി കാണും എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോൾ ആൾ എടുത്തിരുന്ന കാർഡ് ജാതി കാർഡാണ്. അപ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ജാതി കാർഡ്. ഇതേപോലെ ഫെമിനിസം കാർഡ്, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കാർഡ് ഇറക്കുക. അപ്പോൾ നമ്മളൊരു തെറി വിളിക്കുന്നു, തിരിച്ച് നമ്മളൊരു തെറി വിളിച്ചാൽ ഉടനെ സ്ത്രീ വിരുദ്ധ കാർഡ്. അപ്പോൾ ഇങ്ങോട്ട് തെറി വിളിച്ചപ്പോൾ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു കാർഡ് നമുക്ക് ഇറക്കാമല്ലോ. അപ്പോൾ അത് പറ്റില്ല. അതല്ലെങ്കിൽ അങ്ങനെ ഏതൊരു വിഷയം, ഇപ്പോൾ ചില സമയങ്ങളിൽ കോർണർ ചെയ്യപ്പെടുന്ന പോലെ അവർ പോലെ ഇറക്കുന്ന കാര്യമാണ്. എൻ്റെ വേഷമാണ് നിങ്ങളുടെ പ്രശ്നം, എൻ്റെ മതമാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഈ രീതിയിൽ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഒരു പരിധിയിൽ കൂടുതൽ കടന്നു വരികയാണ്. ഈ ഐഡന്റിറ്റി, ഇത്തരത്തിലുള്ള നമ്മൾ അവേക്കനായി ഇരിക്കേണ്ട തരത്തിലുള്ള ഐഡന്റിറ്റീസ് ഉണ്ട്. ആ ഐഡന്റിറ്റീസ് ഒരു ആയുധമായിട്ട് മാറുകയാണ്. അവിടെയാണ് നമ്മൾ എക്സ്വോക്ക് ആയിട്ട് മാറേണ്ടി വരുന്നത്. കാരണം അത് കുറച്ച് ഓവറാണ്. അതൊരു ടോക്സിക് ഒരു സാധനമാണ് അത്. ഇപ്പോൾ ഞാൻ കുറേ ഇന്റർവ്യൂസിൽ കേട്ടിട്ടുണ്ട്, 2 മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടിയും മതത്തെ ഇത്രയും പച്ചയായിട്ട് പേപ്പട്ടി മതം എന്ന രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. എവിടെ നിന്ന് ഈ ഒരു ധൈര്യമൊക്കെ കിട്ടുന്നത്? എനിക്കിപ്പോൾ അതിലൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങോട്ട് പേപ്പട്ടി മതം എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നത്. ഇത്ര നാൾ ഞാൻ അങ്ങോട്ടേ പറയാറ്. നമ്മൾ ഈ പറയുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഇപ്പൊ വേറെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് അത് പറയാനുള്ള ധൈര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം, അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യം അതാണ്. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം ഇത് ആളുകൾക്ക് പേടിയാ. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയാറുണ്ട്, ഈ മദ്രസയുടെ എണ്ണത്തിലേക്ക് വരാം. അതായത് ഇപ്പോൾ ഹിന്ദു തീവ്രവാദം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും എളുപ്പമാണ്. ഒരു ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുമ്പോൾ മുട്ടുപറിക്കും. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര കരുതലാണ്. എന്താ അതിൻ്റെ ആവശ്യം? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഹിന്ദു തീവ്രവാദം എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം എന്നാണ് പറയേണ്ടത്. മുസ്ലിം തീവ്രവാദം നിങ്ങൾക്ക് പറയാൻ കഴിയാറുണ്ടോ? ഇല്ല. പക്ഷെ അത് പറഞ്ഞു വരികയാണ് ഇപ്പോൾ, ആളുകൾ ശീലിച്ചു തുടങ്ങി. അപ്പോൾ ആ ഒരു നോർമലൈസേഷൻ ഉണ്ട്. ഇതിൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നിടത്ത് അവിടെ അതിലെ വിശ്വാസികൾ, ഇതിൽ സമാധാനപ്രിയരായിട്ട് നിൽക്കുന്ന വിശ്വാസികളുടെ ആ ഒരു സംഗതി മുഖം കണ്ടുകൊണ്ട് അതിനെ മറയാക്കിക്കൊണ്ട് ഇതിൻ്റെ തീവ്രവാദികൾ ഈ തീവ്രവാദത്തിന് ഒരു പ്രോത്സാഹനം കണ്ടെത്തുന്ന ഒരു കുരുട്ട് വഴിയാണത്. ഓക്കെ, അപ്പോൾ ആ സാധനമാണ് നമ്മൾ തകർക്കേണ്ടത്. എന്നാലാണ് ഈ തീവ്രവാദത്തെ നമുക്ക് എതിർക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ മാവോയിസ്റ്റുകൾ ഇവിടെ ഉണ്ട്, പക്ഷേ നമ്മൾ ഈ സാധനത്തിന് കിട്ടുന്ന പോലെയുള്ളൊരു സംഗതി മാവോയിസ്റ്റുകൾക്ക് കിട്ടാറില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ പൊതുസമൂഹത്തിൽ മാവോയിസ്റ്റുകൾക്ക് സപ്പോർട്ടില്ല. സമാധാനപ്രിയനായ ഒരു മാവോയിസ്റ്റ് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ ഇസ്ലാമിക തീവ്രവാദം എടുക്കുമ്പോൾ അതിനകത്ത്, അല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതിലൊന്നും ഭാഗമില്ലാത്ത ഒരു വലിയൊരു സമൂഹം വിശ്വാസികൾ വേറുണ്ട്. അപ്പൊ അവരാണ് ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യം, ഇപ്പോൾ ഹിജാബിന്റെ വിഷയം നമ്മൾ കണ്ടു. ഹിജാബിന്റെ വിഷയം കണ്ടപ്പോൾ അതിനെ അനുകൂലിക്കുന്ന മുസ്ലിങ്ങളെയാണ് നമ്മൾ കണ്ടത്, അല്ലെ? തൊട്ടടുത്ത ദിവസം നമ്മൾ വേറൊരെണ്ണം കണ്ടു. അതായത് ശബരിമലയിൽ പോകാൻ വേണ്ടി കറുപ്പ് വസ്ത്രം ധരിച്ച് കയറണം എന്ന് ഒരു സ്കൂളിൽ പോയിട്ട് ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എത്ര ഹിന്ദുക്കൾ അതിനോട് അനുകൂലിക്കുന്നുണ്ട്? അതാണ് അതിൽ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അതിനെ എടുത്തു വെച്ച് വിമർശിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ആരും തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിനെതിർക്കാണ്. ഹിന്ദുക്കൾ തന്നെയാണ് ചോദിക്കുന്നത്, നിങ്ങളല്ലേ അപ്പുറത്ത് പോയിട്ട് യൂണിഫോമാണ് വലുതെന്ന് പറഞ്ഞ്, എന്നിട്ട് ഇപ്പോൾ പോയിട്ട് നിങ്ങൾ ഇതിടണമെന്ന് പറഞ്ഞാൽ ശരിയാവോ എന്ന് ചോദിക്കുന്ന ആരാ? ഈ വിശ്വാസികൾ, അതിനകത്തുള്ള മറ്റു ബോധമുള്ള ആളുകളാണ് ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ ബോധമുള്ള ആളുകളും വിശ്വാസികളും ഈ ഹിജാബിന്റെ വിഷയത്തിൽ എത്ര പേര് യൂണിഫോം പാലിക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു.
അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം കിടക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ആളുകൾ ഇതൊന്നല്ല കാണും. നിങ്ങൾ കുറച്ച് ഒരു 10 ഈ സ്കോർ ബോർഡ് പോലെയാണ്, 1, 1, 2, 2 അങ്ങനെ പോകണം. അതായത് നിങ്ങൾ ഒരു വിമർശനം ഇസ്ലാമിന് കൊടുത്താൽ ഒരു വിമർശനം ഹിന്ദു മതത്തിനുണ്ട്. ആ പരിപാടി നടത്തണമെന്നാണ് നമ്മളോട് പറയുന്നത്. അത് നടക്കില്ല. എവിടെയാണോ അതിൻ്റെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എവിടെയാണോ അതിൻ്റെ റെലവൻസ് ഉള്ളത് അവിടെ ചെയ്യാന്നുള്ളതാണ്. അത് തന്നെ ആരും ചെയ്യാത്ത ഏരിയയിൽ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കേണ്ടി വരും. അവിടെയാണ് ഈ ഇസ്ലാമിനെയൊക്കെ നമ്മൾ കൂടുതൽ പറയേണ്ടി വരുന്നത്. ഇനി മദ്രസയിലെ എണ്ണം പറയുമ്പോൾ ഇത് എണ്ണത്തിൻ്റെ അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, സത്യത്തിൽ അങ്ങനെ എണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ മദ്രസകൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ പല കാര്യങ്ങളും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഖുറാനും ഹദീസൊക്കെ പഠിക്കുന്നത് നമ്മളാണ്. അങ്ങനെ വേണേൽ പറയാം. എല്ലാ ദിവസവും ഒരു ഖുറാനിലെ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നോക്കേണ്ടി വരും. എത്ര വിശ്വാസികളൊക്കെ നോക്കുന്നുണ്ട്. അവർ സ്ഥിരമായിട്ട് നിസ്കാരത്തിൽ ഓതുന്ന ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്ത മുസ്ലിങ്ങളാണ് ഇവിടെ ഉള്ളത്. അവർക്കതറിയില്ല. നിസ്കാരത്തിൽ അവർ നെഞ്ചത്ത് കൈകെട്ടി നിസ്കരിക്കുന്ന ആ സമയത്ത് ചൊല്ലുന്ന അറബിയിലുള്ള സാധനങ്ങളുണ്ട്. എത്ര പേർക്ക് അതിൻ്റെ അർത്ഥം അറിയാം? എത്ര മുസ്ലിങ്ങൾക്ക് അതറിയാം? ഒരു 99% അറിയില്ല. അപ്പോൾ ചുമ്മാ ഈ അറബിയിലുള്ള സാധനം അല്ലെങ്കിൽ വല്ല കൊറിയൻ ഭാഷയിലുള്ള സാധനം ഇതൊക്കെ ഇങ്ങനെ അർത്ഥം അറിയാതെ എന്തെങ്കിലും ഓതുക എന്ന് പറയുമ്പോൾ ഇതിലാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ ഇത് എണ്ണത്തിൻ്റെ അല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് മദ്രസകൾ പല വിധമുണ്ട്. ഓക്കെ, ചില മദ്രസകൾ ഈ അറബിയിൽ മാത്രം പഠിപ്പിച്ച് ഇങ്ങനെ ഒരു നമ്മൾ സാധാരണ ഈ രാവിലെയൊക്കെ കാണാറുണ്ടല്ലോ, ഈ കറുപ്പൊക്കെ ഇട്ട് കുട്ടികളൊക്കെ പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ മോഡൽ ഒരു സുന്നി മദ്രസ എന്ന് പറയുന്ന ഒരു സാധനം, അതുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ഈ സാറ്റർഡേ സൺഡേ നമ്മൾ പോയിരുന്നത്. അവിടുത്തെ സ്റ്റാറായിരുന്നു നമ്മൾ. കാരണം എന്താ പറഞ്ഞാൽ മീൻസ് നമ്മൾ മറ്റേ മദ്രസയിൽ വേറെ പഠിക്കുന്നുണ്ട്. സ്കൂളിൽ വേറൊരു മുജാഹിദിൻ്റെ മദ്രസയാണ്, KNMൻ്റെ സിലബസാണ്. അപ്പോൾ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ മദ്രസയിൽ ഉള്ള പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ കുറേ കൂടി മലയാളത്തിലൊക്കെ പഠിപ്പിക്കും. അപ്പോൾ ഇപ്പോൾ സുന്നി മദ്രസയിൽ ഇപ്പം ഇങ്ങനെ നിങ്ങൾ നിസ്കാരത്തിൻ്റെ ഇത് പഠിപ്പിക്കുകയാണ്, അപ്പോൾ കൈ ഇങ്ങനെ കെട്ടണം, ഇത്രയേ ഉള്ളൂ സുന്നി മദ്രസയിൽ. ഇനി മുജാഹിദ് മദ്രസയിൽ പോകുമ്പോൾ അങ്ങനെയല്ല, അവർ കൈ ഇങ്ങനെ കെട്ടണം. എന്തുകൊണ്ട് അങ്ങനെ കെട്ടണം? അത് ഇന്ന ഹദീസിൽ ഇങ്ങനെ ഉണ്ട്, ഇന്ന ഖുറാനിൽ ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ തെളിവുകൾ ഇത് എവിടെ പറഞ്ഞു, നബി എങ്ങനെ ചെയ്തു, ഇങ്ങനെ പറഞ്ഞാണ് ഈ KNMൽ പഠിപ്പിക്കുക, ഈ മുജാഹിദ് മദ്രസ പഠിപ്പിക്കുക. ഇപ്പുറത്ത് അങ്ങനെയല്ല. ഇപ്പുറത്ത് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുക ഈ KNMൻ്റെ സംഗതിയാണ്. കാരണം ഇതിനെല്ലാത്തിനും തെളിവാണ്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് വീട്ടിലെല്ലാവരും ഈ വയറ്റത്താണ് കെട്ടുക. അപ്പം നമ്മളും ഇവിടെ പഠിക്കുന്നത് നെഞ്ചത്ത് കെട്ടണം എന്നാണ്. അപ്പം ഞാൻ നെഞ്ചത്ത് കെട്ടും. അപ്പോൾ വീട്ടുകാർ വന്ന് ചോദിക്കും, നീ എന്താണ് നെഞ്ചത്ത് കെട്ടുക? അപ്പം ഞാൻ ഹദീസാണ് ഇട്ട് കൊടുക്കുക, ഇന്ന പോലെയാണ് കെട്ടാൻ പറഞ്ഞത്. അപ്പം ഇവർക്ക് വട്ടുപിടിക്കും. ഇത് നമ്മൾ ഈ വലിയ പ്രായത്തിലൊന്നല്ല ഈ ചെയ്യുന്നത്, ഇത് ഈ ചെറിയ പ്രായത്തിലാണ് ആലോചിക്കണം. ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ആ പ്രായം മുതൽ നമ്മൾ ഈ മതത്തിൽ എന്ത് പറഞ്ഞോ എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല, ചെയ്യേണ്ടത് ചെയ്യാന്നുള്ളതാണ്. മതത്തിൽ പറഞ്ഞ പോലെ ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ രീതി. അപ്പം ആ ഒരു പെർഫെക്ഷനിസം അവിടെ വരുത്താൻ വേണ്ടിയിട്ട് ഇത് ഒരു ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ വഴിവെച്ചു എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രശ്നം. ഈ 2 മദ്രസ പഠിച്ചുകൊണ്ടുള്ള കുഴപ്പം. അപ്പോൾ രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ വിശ്വാസികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്, ജിഹാദികൾ പ്രശ്നം, ഇപ്പോൾ നമ്മൾ കാണുന്ന ബോംബ് സ്ഫോടനം അത് ഇതൊക്കെ കാണുമ്പോൾ ഇതിലേക്കൊക്കെ വഴിവെക്കുന്നത് കൂടുതലും ഈ മുജാഹിദ് ലൈനിൽ പോകുന്ന സലഫി, ഈ തീവ്ര ഇസ്ലാം പോകുന്ന സാധനമാണ്. അതിന് വഴിവെക്കുന്നത് കൂടുതലും നമ്മളുടെ സലഫി, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി ഇവരുടെ അധ്യാപനങ്ങളാണ്. തബ്ലീഗി ജമാഅത്ത് ഇതിൻ്റെയൊക്കെ സാധനങ്ങളാണ്. നമ്മൾ സാധാരണ ഈ സമസ്ത ഇസ്ലാം എന്ന് പറയുന്ന സാധനം അത് മാത്രം പഠിച്ചു വരുന്ന ഒരാൾ തീവ്രവാദത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ അപ്പോഴും അതിൽ തീവ്രമായ സംഗതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ സമസ്തയുടെ ഇതേ വേദിയിൽ നിന്നാണ് പെൺകുട്ടീനെ ഇറക്കി വിട്ടത്. അപ്പോൾ ഇതൊക്കെ വിശ്വാസികളുടെ ഇടയിലേക്ക് അത്ര പെട്ടെന്ന് എത്തില്ല. പക്ഷെ അത് അവരുടെ ഈ സമസ്ത മുതലാളിമാരുടെ തലത്തിൽ മാത്രം നിൽക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ, ഈ ഇത്തരം ഫത്വകൾ ഇതൊക്കെ. അത് അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണ് ആ നിയമം പുറത്തു വരും. പക്ഷെ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമിൽ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള നിയമം പോലും കൺസ്യൂമർ ലെവലിലേക്ക് വരും. അതാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ ആസ് എ കൺസ്യൂമർ നമ്മളിത് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടിയും ഇഷ്ടപ്പെടുക ഈ KNMൻ്റെയാണ്. ഇത് പെർഫെക്ഷനിസം വേണമെന്ന് തോന്നുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലാത്തവർക്ക് ഇതൊക്കെ കണക്കാണ് കേട്ടോ, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ ഒരു മുസ്ലിമിനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നിലവിലത്തെ സാഹചര്യത്തിലെ മറ്റുള്ള എല്ലാ വിശ്വാസികൾക്കും വിശ്വാസ തീക്ഷ്ണത ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഈ വിശ്വാസ തീക്ഷ്ണത എന്ന് പറയുന്ന ആ ഒരു ഭയങ്കരമായ വിശ്വാസത്തിലേക്ക് പോകാൻ, അതിനെ നമുക്കൊരു ജിഹാദിത്തരം എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഈ വിശ്വാസ തീക്ഷ്ണത അത് ഏത് വിശ്വാസിക്കും ഉണ്ടാവാം. പക്ഷെ അങ്ങനെ ഒരു തീക്ഷ്ണത ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ മുസ്ലിങ്ങൾക്കാണ്. ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാനുള്ള. കാരണം അത് ഇപ്പോൾ ഹിന്ദു മതത്തിലെ ഒരു ബ്ലൈൻഡ് ഫോളോവർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ
ഒരു സാധാരണ ഒരു ആളെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ്, അവർ ചൂണ്ടിക്കാണിക്കുക ആരായിരിക്കും? വല്ല കുംഭമേളയ്ക്ക് മറ്റേ തുണിയില്ലാതെ പോകുന്ന ഏതെങ്കിലും സന്യാസിനൊക്കെ ആയിരിക്കും കാണിക്കുക. അങ്ങോട്ട് നോക്കൂ, അത് കണ്ടില്ല, ബ്ലൈൻഡ് ഫോളോവറാന്ന് പറയും. അപ്പോൾ അതായത് തീവ്രമായ വിശ്വാസം കയറിയ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ സമൂഹത്തിന് ഉണ്ടാക്കുന്ന കുഴപ്പം എന്താണ്? അവൻ തുണിയില്ലാതെ നടക്കുന്നുള്ളതാണ് അതിൻ്റെ ഒരു കുഴപ്പം. എന്ന് വെച്ചാൽ അവൻ ഇതേപോലെ എന്താണ് അഘോരികളോ അങ്ങനെ പേരൊക്കെയാണല്ലോ വിളിക്കുക, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെ സാൽവേഷൻ അല്ലെങ്കിൽ സന്യാസം അങ്ങനെ അങ്ങ് പോവുക ചെയ്യുക. അതായത് ഒരു ഹിന്ദു വിശ്വാസിയുടെ തലയിൽ മതം കൂടിയാൽ അവൻ ഏതെങ്കിലും ഗുഹയിൽ പോയിരിക്കും. മറ്റുള്ളവർക്ക് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും. പറഞ്ഞ പോലെ ഇപ്പോൾ ഘോഷയാത്രയൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെ കാണുമല്ലോ, ഇപ്പോൾ കുംഭമേളയിലും അവിടെയൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഈ ഇസ്ലാമിന്റെ വശത്തേക്ക് വരുമ്പോൾ ഒരു തീവ്രമായ വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെയല്ല. ആ തീവ്രമായ വിശ്വാസി ഉണ്ടാവുക ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട പോലത്തെ പ്രശ്നങ്ങളാണ്. വൈറ്റ് കോളർ ജിഹാദ് എന്നൊക്കെ പറയുന്ന പോലെ മതത്തിലെ നിയമങ്ങൾ അത് അവൻ തന്നെ. അപ്പോൾ ഒരു തീവ്ര വിശ്വാസിയെ നമ്മൾ ഓരോ മതത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഹിന്ദു മതത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞ ഇങ്ങനത്തെ ഏതെങ്കിലും സന്യാസിമാര്, ഇതാണല്ലോ തീവ്ര ഹിന്ദു വിശ്വാസി. ഒരു തീവ്ര ക്രിസ്ത്യൻ വിശ്വാസിയെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞ വല്ല പെന്തക്കോസുകാരെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും അല്ലേ? ഒരു തീവ്ര മുസ്ലിമിനെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ ചൂണ്ടിക്കാണിക്കുക? ആരെ കാണിക്കുക? അതൊരു ജിഹാദിനല്ലേ നിങ്ങൾ കാണിക്കുക. അപ്പോൾ എന്താണ് അതിലെ ഡിസൈഡിങ് ഫാക്ടർ? എല്ലാത്തിലും വിശ്വാസമാണ് ഫാക്ടർ. വിശ്വാസത്തിൻ്റെ ആ ഒരു എപ്പിറ്റോമിയാണ് ഇതിലെല്ലാത്തിലും പ്രകടമാവുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ വിശ്വാസം കൂടാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ടല്ലോ, അത് മുസ്ലിങ്ങൾക്കും ഉണ്ടല്ലോ. അങ്ങനെ കൂടിയാൽ അവർ ജിഹാദിയാകാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മദ്രസയുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് ഈ വിശ്വാസം എത്രത്തോളം നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ പാകത്തിന് ഈ മദ്രസകളിൽ നിന്ന് ഇതിൻ്റെ അധ്യാപനം ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് പറയാൻ ശ്രമിക്കുന്നത്. ആളുകൾ ഇതിൻ്റെ എണ്ണം മാത്രം എടുക്കുന്നു എന്നുള്ളതാണ്. അല്ല, പൊതുവെ ആളുകൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ വിമർശിക്കുന്നവർ ചോദിക്കാറുണ്ട് അത് 2 മദ്രസ പഠിച്ചാൽ എന്താ കാര്യം എന്നാ ചോദിക്കാൻ. അതുകൊണ്ട് പറഞ്ഞത് അല്ല, രണ്ടിടത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. ഒരു സ്ഥലത്തു നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസം അല്ലല്ലോ മറ്റൊരു സ്ഥലത്തു നിന്ന് ലഭിക്കുക. പക്ഷെ ഇപ്പൊ ഈ സംസാരിച്ചല്ലോ ജിഹാദ്, അങ്ങനെ ഒരു വേർഡ് നമ്മളിപ്പോ യൂസ് ചെയ്തു. ശരിക്കും ജിഹാദ് അതിന്റെ വേർഡ് മീനിങ് എന്താ? ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഒരു അർത്ഥമേ ഉള്ളൂ. അത് ഈ പറയുന്ന പോലെ ദീനിന് വേണ്ടിയിട്ട് നടത്തുന്ന പോരാട്ടം, ഇതാണ് ഇസ്ലാമിലെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതിന് ഇന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ആളുകൾ ആത്മസമരം എന്നൊക്കെ പറയും, പല പേരുകളൊക്കെ ഇട്ട് വിളിക്കും. അതിനെങ്ങനെയാണത് ഈ ഒരു ലവ് ജിഹാദ്, അതേപോലെ ജിഹാദികൾ എന്ന രീതിയിലുള്ള പല തരത്തിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? ജിഹാദിന് പല തരത്തിലുള്ള ജിഹാദ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മതത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരങ്ങൾ എല്ലാം അല്ലെങ്കിൽ യുദ്ധം, ഇതെല്ലാം ഈ ജിഹാദാണ്. അപ്പം ഇതിനൊരു 4-5 തരത്തിലുള്ള ജിഹാദ് എന്ന് വേണമെങ്കിൽ അതിനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ജിഹാദ്, അങ്ങനെ പിശാചിനെതിരെ ചെയ്യുന്ന ജിഹാദ്, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും അവസാനത്തതാണ് എന്ത്? നിങ്ങൾ ഈ ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കാഫിറുകൾക്കെതിരെ നടത്തുന്ന യുദ്ധം, ഇതും ജിഹാദിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പല ലെവൽ. അപ്പോൾ നബിയോടൊക്കെ ചോദിക്കുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് കാണാം ഹദീസിലൊക്കെ. അതായത് ഏറ്റവും മികച്ച ജിഹാദ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നബി കൊടുക്കുന്ന ഉത്തരം, നിങ്ങൾ അയൽക്കാരന് ഭക്ഷണം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ വെള്ളം കോരി കൊടുക്കണമെന്നോ ഉപ്പിട്ട കഞ്ഞോളം കൂടി, ഇതൊന്നുമല്ല ഏറ്റവും മികച്ച ജിഹാദ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഏത് ജിഹാദിലാണോ നിങ്ങൾക്ക് മുറിവ് പറ്റുന്നത്, ഏത് ജിഹാദിലാണോ നിങ്ങളുടെ കുതിര കൊല്ലപ്പെടുന്നത്, അതാണ് ഏറ്റവും മികച്ച ജിഹാദ് എന്നാണ് പഠിപ്പിക്കുന്നത്. അതേതാണ് ആ ജിഹാദ്? ആ ജിഹാദിനല്ലേ നമ്മൾ യുദ്ധം എന്ന് വിളിക്കുക. ഇതാണ് ഇതിൽ പറയുന്നത്. ഇത് പറയില്ല അത് ഏറ്റവും നല്ല ജിഹാദാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? അതാണ് ഏറ്റവും മികച്ച ജിഹാദ്, ഇങ്ങനെയാണ് എഴുതി വെക്കുന്നത്. ഇനി അത് 2, ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി എല്ലാ നന്മകളും ചെയ്തു, ഇസ്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് ജീവിച്ചു. പക്ഷെ അവൻ ജിഹാദിനെ കുറിച്ച് സ്വപ്നം കണ്ടില്ല എന്ന് വിചാരിക്കാം. ജിഹാദ്, ഒരു യുദ്ധത്തിന് പോയിട്ട് കൊല്ലപ്പെടുന്നത് അവന്റെ ഒരു വിഷനിൽ വന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ മരിച്ചുപോയി എന്ന് വിചാരിക്കാം. ആ മരിച്ച ആള് എന്താണ്, കുഫറിനോട് ചേർന്നാണ് മരിച്ചെന്നാണ് പറയാം. എന്ന് വെച്ചാൽ അവിശ്വാസത്തോട് അടുത്തു എന്നാണ് പറയാം. ഇത്ര നല്ല വിശ്വാസിയാണ്, നന്മ മുഴുവൻ ചെയ്തു, അള്ളാഹുവിൽ വിശ്വസിച്ചു, മുഹമ്മദ് നബിയിൽ എല്ലാം കറക്റ്റ്, പക്ക 100%. പക്ഷെ അവൻ ജിഹാദിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അങ്ങനെ മരിച്ചാൽ അവൻ അവിശ്വാസത്തോട് അടുത്തുനിന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുഹമ്മദ് നബി പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്, ഹദീസുകളിലുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ സ്ഥിരം പരിപാടി എന്താണ്? ഈ അപ്പോളജറ്റിക്സ് ആയിട്ടുള്ള ആളുകൾ, അത് വിശ്വാസികളായാലും ശരി, ഇപ്പം ചില രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇതിനെ വെളുപ്പിക്കാനൊക്കെ വരും. ഇവരുടെയൊക്കെ കള്ളത്തരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം പറയും 5 തരം ജിഹാദ് അത് ഇതെന്നൊക്കെ പറയും. എന്നിട്ട് ആ 4 എണ്ണം പറയും, 5ാമത്തെ തള്ളും. ഇതാണ് അവർ ചെയ്യുന്ന കള്ളത്തരം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? 5 ഉണ്ട്, 5 എടുക്കണം. അതിൽ ഏറ്റവും മികച്ചത് ഏത്? അത് ഈ പറയുന്നതാണെന്നാണ് നബി പഠിപ്പിക്കുന്നത്. ഇതാണ് നമ്മൾ
പറഞ്ഞു വെക്കുന്നത്. ഇവർ ഈ അഞ്ചാമത്തെ തള്ളും. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം തന്നെയാണ്, എന്നിരുന്നാൽ കൂടിയും മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞൊരു ജീവിതം ഉണ്ടോ? ഉണ്ടോന്ന് ചോദ്യം വരുന്നുണ്ട്. അങ്ങനെ ഒരു ജീവിതമൊന്നുമില്ല, പക്ഷെ അത് ഇസ്ലാമിലുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടിയും വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ മരണാനന്തര ജീവിതം, പിന്നെ അതിനുശേഷം സ്വർഗത്തിലേക്ക് എത്തുന്നു, അവിടെ ഹൂറികൾ, അവിടെ ഉണ്ടാകുന്ന സുഖലോലുപത, ഇതിനൊക്കെ എന്തിനാ പിന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നത്? അതാണ് തെറ്റിദ്ധാരണ. ഈ അവിടെ പോയിട്ട് കിട്ടുന്ന സാധനങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടല്ല ഈ പറയുന്ന സാധനം ചെയ്യുന്നത്. നിങ്ങളിപ്പോ ഈ 10ാം നിലയിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുമോ? ഇല്ല. എന്താ ചാടാത്ത? മരിക്കുമല്ലോ. വേദന എടുക്കും. വേദനിക്കും. നിങ്ങൾക്ക് വേദന അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ചാടിയപ്പോഴും നോക്കിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെ വേദനിക്കുന്നത്? പക്ഷെ മുറിവ് പറ്റിയ വേദനിക്കുന്നുള്ള ഒരു അറിയാം, ബോധമുണ്ടല്ലോ. ഇത് തന്നെയാണ് ഇസ്ലാമിൽ സംഭവിക്കുന്നത്. അതായത് ഇസ്ലാമിൽ ആളുകൾ എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് പോകുന്ന ഒരു സംഗതിയാണിത്. ആളുകൾ ജിഹാദികളാവുന്നത് സ്വർഗത്തിലെ ഹൂറികളെ കണ്ടിട്ടാണെന്നാണ് ആളുകൾ തെറ്റിദ്ധാരണ. നരകത്തിനെ പേടിച്ചിട്ടാണ്. ഓക്കെ, അത് നരകത്തിനെ കുറിച്ചുള്ള വർണ്ണന എന്ന് പറഞ്ഞാൽ അത്ര മാത്രമുണ്ട്. ഞാൻ തമാശക്കാണേലും പറയാറുണ്ട്, ഇവർ ഈ ചില ഇപ്പോൾ ഈ AI ഒക്കെ വന്നതോടുകൂടി പണി പാളിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കുറേ ഹൊറിഫിക് ആയിട്ടുള്ള ചിത്രീകരണങ്ങളൊക്കെ ഈ AI ഉപയോഗിച്ചിട്ട് ചെയ്യും. നരകം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ആളുകൾ തീയിൽ കടന്ന് ചാവുന്നു, ഇങ്ങനെ സംഭവിക്കുന്നു, ഇതെല്ലാം ഇങ്ങനെ നൂൽപ്പാലത്തിൽ നടക്കുന്നു, എന്നിട്ട് മറിഞ്ഞു വീഴുന്നു, സ്കിന്നൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നു, ഇതെല്ലാം വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ AI ചെയ്യുന്ന വീഡിയോസ് ഇപ്പം നമുക്ക് കിട്ടും. അപ്പം ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, ഇതേപോലെ ഒരു വീഡിയോ നിങ്ങൾ സ്വർഗത്തിന് ഇടും. അതിട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ കഴിയില്ല, അത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലേഷൻ ആയിട്ട്. പക്ഷെ നരകം നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം. ഇതൊന്നും വയലൻസ് അല്ല എന്നുള്ള രീതിയിലാണ് ഇത് വരിക. ഇത് തീയിൽ കടന്ന് അൽഫാം ഉണ്ടാവുന്ന ഒരു സാധനം, അത്രേ ഉള്ളൂ. ഈ നമ്മൾ ഗ്രിൽഡ് ചിക്കൻ്റെ ആ ഒരു അവസ്ഥ അത് ആലോചിച്ചാൽ മതി. നമ്മളുടെ നരകക്കോഴി എന്നുള്ള അതിനെ വിളിക്കുക. അപ്പോൾ ആ ഒരു സംഗതി പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള ചിത്രീകരണങ്ങളുണ്ട് നരകത്തെ കുറിച്ചിട്ട്. ഇപ്പൊ നിങ്ങൾ ചുമ്മാ ഗൂഗിൾ അടിച്ചിട്ട് നരക ശിക്ഷ എന്നൊന്ന് അടിച്ചു നോക്കിയാൽ കാണാം. സ്വർഗത്തേക്കാൾ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് നരകത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏതൊരു ഇസ്ലാമിക് സെറ്റിംഗ്, അത് മദ്രസ ആയിക്കോട്ടെ, ഒരു കുടുംബ സദസ്സായിക്കോട്ടെ, എന്തെങ്കിലും ഒരു മത സദസ്സായിക്കോട്ടെ, പള്ളിയിൽ വെള്ളിയാഴ്ച ആയിക്കോട്ടെ, കുത്തുബ ആയിക്കോട്ടെ, ഏത് വേദിയിൽ പോയി കഴിഞ്ഞാലും ഒരു 10 കാര്യം ഈ പരലോക ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൽ 8 നരകത്തെക്കുറിച്ചാണ് പറയാം. അപ്പോൾ ഈ നരക ശിക്ഷ, നരക ഭയം, അതോടൊപ്പം ഖബർ ശിക്ഷ, അങ്ങനെ ഒരു സാധനമുണ്ട്. അതൊരു ടെമ്പററി സെറ്റപ്പാണ്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഖബർ വിശാലമാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ഈ JCB ആണ് ഇന്നിപ്പോൾ ആ പണിയെടുക്കുന്നത്. പക്ഷെ ഇതും ഇതിൻ്റെ കൂടെ വരുന്നതാണ്. അപ്പോൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ പരലോകത്തെത്തുന്നതിന് മുന്നേ തന്നെ ഈ പേടി തുടങ്ങുകയാണ്. ഈ ഖബറിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ഖബർ എടുക്കും, അതിനകത്ത് ഇഴജന്തുക്കൾ വരും, നമ്മൾ കടിച്ചു കയറും, പിന്നെ അങ്ങനെ സാധനങ്ങൾ, അവിടെ ചോദ്യം ചെയ്യൽ, അവിടെ എന്നിട്ട് നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥന ഉണ്ട്. ഈ പ്രാർത്ഥന എന്താണ്? ഓരോ സാധനങ്ങൾ ചൊല്ലിക്കൊടുക്കുക എന്നൊക്കെയാണ് പറയാം. എന്താണ് ചൊല്ലിക്കൊടുക്കുന്നത്? അതായത് ഖബറിൽ കിടക്കുന്ന ആളോട് മലക്കുകൾ വന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഖബറിന്റെ പുറത്ത് അല്ലല്ല, ഖബറിന്റെ പുറത്തിരുന്നിട്ട് ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന വരെ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിലെ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. ഇതൊന്നും ആർക്കും അറിയില്ല. എല്ലാവരും ധാരണ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്തോ മുന്തിയ സാധനമാണെന്നാണ്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ വരണം. അതായത് മരിച്ചു കിടക്കുന്ന ആൾക്ക് ഖബറിന്റെ പുറത്തിരുന്നിട്ട് അറബിയിൽ പറഞ്ഞു കൊടുക്കുക. അല്ല മലയാളത്തിലാണെങ്കിൽ പോട്ടെ, ഇനി അഥവാ ജീവനുണ്ടെങ്കിൽ കേൾക്കാൻ മനസ്സിലാന്ന് വിചാരിക്കുക. ഇത് ജീവിച്ചിരിക്കുമ്പോൾ അറബി രക്ഷ അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിസ്കാരത്തിലൊരു സാധനം അവർക്ക് അറിയില്ല. നെഞ്ചത്ത് കൈ കെട്ടിയിട്ട് നിസ്കരിക്കുന്നതാണ്, അറബിയിൽ എന്താ ചൊല്ലുന്നതെന്ന് പോലും അറിയില്ല. പക്ഷെ ആ ആള് തൊട്ടടുത്ത നിമിഷം മരിച്ച അയാൾ കബറടയ്ക്കുന്നു വിചാരിച്ചോ, അയാൾക്ക് പിന്നെ കബറിൽ പോയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന അറബിയിലാണ്. അപ്പം ജീവിച്ചിരിക്കുമ്പോൾ അറബി അറിയാത്ത ആൾക്കാണ് മരിച്ചു കഴിയുമ്പോൾ അറബി പറഞ്ഞു കൊടുക്കണത്. അപ്പം ഇത് എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കണം എന്തിനാ? എന്താ പറഞ്ഞു കൊടുക്കണേ? ഈ ഖബർ ശിക്ഷ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കറിയാലോ, മാഷ് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അടിക്കും. ആ അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തിരിക്കുന്ന ആൾ കോപ്പി അടിക്കാൻ വേണ്ടി സഹായിക്കുക. ഇതാണ് ഈ സംഭവം. അപ്പൊ ഇതാണ് അവിടെ നടക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ, ബന്ധുക്കള്, അല്ലെങ്കിൽ കൂട്ടുകാർ. അപ്പൊ ഈ രീതിയിൽ തുടങ്ങും ഇതിന്റെ ഖബർ ശിക്ഷ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള വർണ്ണന, അതുപോലെ നരക ശിക്ഷ. ഇതാണ് ഇതിന്റെ കാരണം. അല്ലാതെ എന്നിട്ട് അപ്പോൾ ജിഹാദികളാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് നരകശിക്ഷയാണ്. ഓക്കെ, അതായത് ജിഹാദികളാകാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന നരകശിക്ഷയെ കുറിച്ചിട്ടുള്ള ഭയപ്പെടുത്തലാണ് അവരതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പോയിന്റ് നമ്പർ 1. അങ്ങനെ ജിഹാദി ആകാൻ വേണ്ടി ഒരാൾ ഞാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ പൊട്ടാൻ പോകുന്ന സമയത്ത് എനിക്കിങ്ങനെ ഉൾവലിവ് ഉണ്ടാവുകയാണ്. എന്നാലും വേണം, നമുക്കിവിടെ ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വലിയ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ അങ്ങനെ ഉണ്ട്, ഇങ്ങനെ വലിയ കുറെ സ്വത്തുണ്ട്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു എന്ന് വിചാരിക്കുക. ആ സമയത്ത് അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ ജിഹാദിലേക്ക് ഏർപ്പെടുന്നതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വർഗം കടന്നു വരിക.
അപ്പോൾ അവൻ എന്ത് പറഞ്ഞു കൊടുക്കും? ഇതൊക്കെ എന്ത്, ഈ ഭാര്യയാണോ ഭാര്യ? നിങ്ങൾക്ക് ഇവിടെ ഒരു ഭാര്യയല്ലേ ഉള്ളൂ, ഇനി പോട്ടെ 4 ഭാര്യ, നിങ്ങൾക്ക് അവിടെ പോയി 72 എണ്ണം കിട്ടും. ഇതാണ് പറയാ. അപ്പോൾ ഈ രീതിയിൽ ഇനി ഇതിൽ കുറേ കൂടി ഉണ്ട്. ഇനി അഥവാ ഇവന് ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പം അവനായിരിക്കും ഈ പറയുന്ന ചിന്ത എന്നുണ്ടെങ്കിൽ ഇവന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്? എന്തിനാ നീ പേടിക്കണത്, നിനക്ക് അവിടെ ഒടിയാത്തത് കിട്ടും, ഇങ്ങനെ പറ. അപ്പോൾ ഇവനെ ഈ മതചിന്തയിൽ നിന്നും ജിഹാദിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്ന സമയത്ത് അവരെ അതിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി മാത്രമാണ്, തിരിച്ചതിലേക്ക് പ്രലോഭനം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്വർഗം കടന്നു വരിക. ഒരു തരത്തിലും ജിഹാദിനെ കുറിച്ച് ആലോചിക്കാതെ ആളുകളെ ജിഹാദിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ നരകശിക്ഷയും അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഈ പെയിൻ, ഇതിലെ വേദനയാണ് സത്യത്തിൽ ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഇതാരും പറയാറില്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ കൗണ്ടർ ടെററിസം ഗ്രൂപ്പുകൾക്ക് പോലും അതിൻ്റെ ഏജൻസീസിന് പോലും ഇത് ഇത്ര ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും അവരോട് സംസാരിക്കേണ്ട ഇട വരുമ്പോൾ ഒക്കെ ഞാൻ പറയാറുണ്ട്. കാരണം അവരെല്ലാവരും ഈ സ്വർഗത്തെക്കുറിച്ച് ഫോക്കസ് ചെയ്തിട്ടും അതല്ലെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അവരുടെ കാരണം, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പലപ്പോഴും ഇതിനുവേണ്ടി നിന്ന് കൊടുക്കാറുള്ളത്. അപ്പോൾ അതല്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പം സ്വയം ചാവേറാകാൻ തയ്യാറാകുന്ന ആൾക്കാരുടെ അവസ്ഥയോ? അതാണ് ഈ പറഞ്ഞത്, ചാവേറായാലുള്ള ഗുണം. അതും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. യുദ്ധത്തിൽ കൊല്ലപ്പെടണം. നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രം പോരാ, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാലാണ് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ. നേരത്തെ പറഞ്ഞ മാതിരി ഏറ്റവും മികച്ച ജിഹാദ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിക്ക് പറ്റണം, നിങ്ങൾ കൊല്ലപ്പെടണം. അപ്പോൾ അത് കൊല്ലപ്പെടാനുള്ള വഴികൾ അവർ ഉറപ്പാക്കും യുദ്ധം. അപ്പോൾ അവിടെയാണ് ഈ ചാവേറാകുക എന്ന് പറയുന്നത് ഒരു മികച്ച യുദ്ധതന്ത്രമാണെന്നാണ് ഇസ്ലാമിക ഫത്വ ഉള്ളത്. അപ്പോൾ ഒരു യുദ്ധതന്ത്രമായിട്ട് നിങ്ങൾക്ക് സൂസൈഡ് ബോംബിങ് ഉപയോഗിക്കാം. ഇതാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന സാധനം. ഇതവിടെ ഉള്ളപ്പോൾ പിന്നെ എത്ര പേര് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ സ്വയം ആലോചിച്ച് ഈ സൂസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഹറാമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് എത്ര പേര് പറയും? കാരണം യുദ്ധതന്ത്രമായിട്ട് ഇത് ഓക്കെയാണ്. രണ്ടും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഒരു ഭാഗത്ത് ഹറാമാണെന്ന് പറയുന്നു, സൂസൈഡ് അതായത് എനിക്ക് ജീവിതം മടുത്തു അതുകൊണ്ട് ഞാൻ മരിക്കുകയാണെന്ന് പറഞ്ഞ് മരിക്കുന്നത് ഹറാമാണ്, സൂസൈഡ് ഹറാമാണ്. പക്ഷെ ഇസ്ലാമിന് വേണ്ടിയിട്ട് ഞാൻ പോരാടാൻ പോവാണ്, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അതിനകത്ത് എൻ്റെ മേത്തുള്ള ബോംബ് പൊട്ടുമ്പോൾ ചിലപ്പോൾ ഞാൻ മരിച്ചെന്ന് വരും, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ബോംബ് പൊട്ടിയാൽ ഞാൻ മരിച്ചെന്ന് വരും. ഇപ്പോൾ വണ്ടി, ഇപ്പോൾ ഇയാൾ മേത്ത് കെട്ടി വെക്കണമെന്നില്ല, ഇപ്പോൾ വണ്ടി കൊണ്ട് ഇടിച്ച് കയറ്റുന്നു, ബോംബല്ലേ പൊട്ടണുള്ളൂ അല്ലേ, അവിടെ ഞാൻ മരിക്കുന്നു, അത് കൊളാറ്ററൽ ഡാമേജ് ആണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയാണ് അതിൽ ചിന്ത വരിക. അപ്പോൾ അത് അങ്ങനെയാണ് അതിൻ്റെ ഫത്വ കിടക്കുന്നത്. സോ അതിൽ നിന്ന് ഒരാളെ പിന്തിരിപ്പിക്കാൻ എളുപ്പമല്ല. ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഈ വൈറ്റ് കോളർ തീവ്രവാദമൊക്കെ ഇപ്പോൾ വൈറ്റ് കോളർ ആവുന്നതിന്റെ കാരണം ഇത് എന്താ പറയാ, ഇത് ഡിസ്ക്രീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, തക്കിയ അതുപോലുള്ള വഴികളൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഏറ്റവും യുദ്ധതന്ത്രം, മികച്ച യുദ്ധതന്ത്രം എന്നുള്ള രീതിയിലാണ് അതിനെ അവരെടുക്കുന്നത്. അതായത് ആർക്കും അറിയാൻ പാടില്ല നമ്മളിത് ചെയ്യാൻ പോവാണ് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഒളിച്ചും പാത്തും ഇത് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന് എന്തെല്ലാം വഴികൾ ഉപയോഗിക്കുക അത് ചെയ്യാം. നമ്മളതിന് വൈറ്റ് കോളർ ടെറർ എന്ന് പേരിട്ടു, അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരെ അധികം സംശയിക്കില്ല. നമ്മുടെ നാട്ടിലുണ്ടെന്നേ ഈ പറയുന്ന സാധനം, ഈ വൈറ്റ് കോളർ. ഇപ്പോൾ ഈ വിസ്ഡം ഗ്രൂപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിസ്ഡം ഗ്രൂപ്പ് ഞാൻ പറയാം, അബ്ദുള്ള ബാസിലിനെ പോലെയൊക്കെയുള്ള ആളുകൾ ചെയ്തു വെക്കുന്ന സാധനങ്ങൾ. അവർ ചെയ്യുന്നത് എന്താണ്? ഈ താലിബാൻ, ഇപ്പോൾ തീവ്രവാദം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയായിരിക്കും? ഏതൊക്കെ ഗ്രൂപ്പുകളെയാണ് നിങ്ങൾക്ക് ഓർമ്മ വരിക? ഈ താലിബാൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം, ഐസിസ് വരാം, ഇതെല്ലാം നിങ്ങൾക്ക് വരും. അപ്പോൾ ഐസിസ് പറയുന്ന, താലിബാൻ പറയുന്ന കാര്യങ്ങൾ അത് നോർമലൈസ് ചെയ്ത് കൊടുക്കുന്ന പണിയാണ് ഈ വിസ്ഡം ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇപ്പം മറ കെട്ടി ആളുകളെ വേർതിരിച്ചുകൊണ്ട് ഈ ക്ലാസ് എടുക്കുന്ന പരിപാടിയാണ് ഈ ഏറ്റവും ഒടുവിൽ അവർ ചെയ്തതിൻ്റെ ഒരു വലിയ വിവാദമായ ഒരു സംഭവം. അപ്പോൾ അതെന്താണ് കാര്യം? ഇതേ കാര്യം തന്നെയല്ലേ താലിബാൻ അവിടെ ചെയ്യുന്നത്. അപ്പോൾ താലിബാൻ നമുക്ക് തീവ്രവാദ കൂട്ടമാണ്. ഇതേ കാര്യം വിസ്ഡം ഗ്രൂപ്പ് ചെയ്യുമ്പോൾ വിസ്ഡം ഗ്രൂപ്പ് എങ്ങനെ തീവ്രവാദ കൂട്ടമല്ലാതെ മാറുന്നത്? ഇനി അടിമ വ്യവസ്ഥിതി എന്ന് പറയുന്നൊരു കാര്യം, അതായത് കാഫറുകളായിട്ടുള്ള ആളുകളെ യുദ്ധം ചെയ്ത് അവരെ പിടിച്ച് കൊള്ളയടിച്ച് അവരെ പിടിച്ച് നിങ്ങൾക്ക് അടിമകളാക്കി മാറ്റാം. ഇതാണ് ഐസിസ് പറയുന്നത്. ഐസിസ് ചെയ്തത് യസീദുകളോട് ചെയ്തത് അതാണ്, കുർദുകളോട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അവിടെയുള്ള മറ്റുള്ള ആളുകളോട്, ഇപ്പം നൈജീരിയയിൽ ക്രിസ്ത്യാനികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, നോൺ അറബ് ആയിട്ടുള്ള ആളുകളോട് ഇപ്പോൾ സുഡാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് ഈ അവിടുത്തെ ഗ്രൂപ്പുകൾ. അപ്പോൾ ആ ഒരു സാധനം അടിമത്തം എന്ന് പറയുന്ന സംഗതി നമ്മളോട് ഇപ്പോൾ അത് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അത് തെറ്റാണ്. അതിനി എന്ത് കണ്ടീഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും അത് നമ്മൾ തെറ്റാണെന്നല്ലേ നമ്മൾ പറയാം. നിങ്ങൾ ഈ വിസ്ഡം ഗ്രൂപ്പുകാരോട് ചോദിച്ചു നോക്കുക, അബ്ദുള്ള ബാസിൽ എന്താ പറയുന്നത്? അവർ പറയുന്നത് യുദ്ധത്തിലെ മുതലായിക്കൊണ്ട് അല്ലെങ്കിൽ യുദ്ധ തടവുകാരായി പിടിച്ച ആളുകളെ അടിമയാക്കുന്നതിൽ തെറ്റില്ല, ഇതാണ് പറയുന്നത്. ഇതന്നെയല്ല ഐസിസ് പറയുന്നത്, ഇതല്ല ഐസിസ് ചെയ്തത്. അപ്പോൾ ഐസിസ് ചെയ്തത് തീവ്രവാദമാണെന്ന് നമ്മൾ പറയുന്നു, അത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നു. വിസ്ഡം ഗ്രൂപ്പ് പ്രചരിപ്പിക്കുന്നത് തെറ്റല്ല എന്ന് ഇവിടെ പറയുന്നത് എങ്ങനെയാണ്?
ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് കോളർ ടെററിൽ അതിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കാനും ഈ റാഡിക്കലൈസേഷനും എല്ലാ തരത്തിലുള്ള പങ്കും വഹിക്കുന്ന ഗ്രൂപ്പാണ് ഈ വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിനെയൊക്കെ സത്യത്തിൽ ഇവിടുത്തെ സെക്യൂരിറ്റി ഏജൻസീസ് ശരിക്കും മോണിറ്റർ ചെയ്ത് അവരുടെ ഫണ്ടിങ് എവിടെ നിന്നാണ് അത് കട്ട് ചെയ്ത് അതിന് വേണ്ട പണി എടുത്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ മുസ്ലിങ്ങൾ തീവ്രവാദികളും അതാണ് ഉണ്ടാവുക. പക്ഷേ ഈ 2014 ചിബോക്ക് അബ്ഡക്ഷൻ ഇല്ലേ, അവിടെയും ഇതേപോലെ ക്രിസ്ത്യൻ കുട്ടികളെ കൊണ്ടുവന്ന് മതം മാറാനായിട്ട് പ്രേരിപ്പിക്കാനല്ലേ ചെയ്തിട്ടുണ്ടായത്. ഇതെവിടെ നടക്കാം, ഈ പറയുന്ന രീതിയിലുള്ള സംഗതികൾ എവിടെ വേണേലും നടക്കാം. മതപരിവർത്തനം, അതായത് ഇസ്ലാം ഒരു സ്ഥലത്തേക്ക് പിടിക്കുന്ന സമയത്ത്, ഒരു ഭരണം പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഇസ്ലാമിക് കോൺക്വസ്റ്റ് നടത്തുമ്പോൾ, ഗസ്വായ് ഹിന്ദ് എന്നാണ് ഇന്ത്യക്കെതിരെയുള്ള സാധനത്തിന് ഇസ്ലാമിൽ തന്നെ പേരിട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയും പിടിച്ചടക്കണം, ഒരു ഇസ്ലാമിക രാജ്യമാക്കണം എന്നാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് കിട്ടുക. ഒന്നുകിൽ മുസ്ലിം ആവുക, അതല്ലാന്നുണ്ടെങ്കിൽ ദിമ്മികളായിട്ട് തുടരുക. ഓക്കെ, ദിമ്മികളാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം തരം പൗരന്മാരായിട്ട്, അപ്പാർട്ടൈഡാണ് ആ സംഗതി. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിലൊക്കെ ഇരിക്കാം, പക്ഷെ അത് അങ്ങനെ പച്ചയ്ക്ക് പ്രചരിപ്പിക്കാനോ പാലിക്കാനോ ഒന്നും പറ്റില്ല. ഒളിച്ചും പാത്തൊക്കെ ചെയ്യാം. പിന്നെ ഒരു ടാക്സ് തരണം, ജിസിയ. 3ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കൊല്ലപ്പെടുക എന്നുള്ളതാണ്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇങ്ങനെയാണ് ഇസ്ലാം കൊടുക്കുന്ന ഓപ്ഷൻ. ഇതാണ് എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു വലിയൊരു കൂട്ടം ആളുകൾ എതിർത്ത് നിൽക്കുന്നവരെ അല്ലാത്തവരെയൊക്കെ പിടിച്ച് അടിമകളാക്കുകയും ചെയ്യും. ഇതാണെങ്കിലും സംഭവിക്കാം. ഏത് വേണം നിങ്ങൾ തീരുമാനിക്കാം. മരണത്തിന്റെ പലതരം അവസ്ഥ. അതെ, ഇതാണല്ലോ കാശ്മീരി പണ്ഡിറ്റുകളോട് ഇവർ ചെയ്തത്. ഇതല്ലേ 1921 മാപ്പിള ലഹളയിലൂടെ നടന്നത്. അപ്പൊ ഇത് നമ്മൾ പറയാതിരുന്നോണ്ട് കാര്യമുണ്ടോ? റലീവ് ഗലീവിയ ചലീവ്, ഇതാണ് കാശ്മീരി പണ്ഡിറ്റുകളോട് അന്നത്തെ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞത്. അതായത് നിങ്ങൾ ഒന്നുകിൽ ഇസ്ലാമിലേക്ക് വരിക, അല്ലെങ്കിൽ നാട് വിടുക, അല്ലെങ്കിൽ കൊല്ലപ്പെടുക. ഇതാണ് പറയുന്നത്. ഏത് വേണം? കാശ്മീരി പണ്ഡിറ്റുകൾ കടന്നു പോയിട്ടുള്ള ആ ഒരു കാര്യം നമുക്കൊക്കെ അത് സിനിമയിലൂടെ വരുമ്പോൾ അതിനെ എതിർക്കാനാണ് നമ്മൾ മുന്നിൽ നിന്നത്. ആ സിനിമ കണ്ടിട്ട് അതിലെന്താ തെറ്റെന്ന് ആരെങ്കിലും പറയട്ടെ? അതെന്തായാലും പറയട്ടെ. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ചിത്രീകരണം ശരിയായില്ല, അതിനകത്ത് നാടകീയത കൂടി, ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. സിനിമയായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ അവരെടുക്കുന്ന ഇതിവൃത്തമുണ്ട്, അത് ചിലത് പച്ചയ്ക്ക് കാണിക്കാൻ കഴിയില്ല. അതാണ് അതിലെ കാര്യം. അപ്പോൾ മുഴുവൻ കാണിച്ചാൽ നിങ്ങൾ പറയും ഇതൊക്കെ എക്സാജറേറ്റ് ചെയ്തു, ഇങ്ങനെയൊന്നുമില്ല എന്ന് പറയും. എന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കി എടുത്ത് ഒന്ന് ചെയ്താൽ പറയും ഇത് പ്രൊപ്പഗൻഡയാണെന്ന് പറയും. അപ്പോൾ ഏതാണ്? അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണ്? കാശ്മീരി പണ്ഡിറ്റുകൾ അങ്ങനെ സംഭവം ഫേസ് ചെയ്തിട്ടില്ല എന്നാണ്. ഇപ്പോൾ 1921 നമ്മളിവിടെ കാണാൻ പോയ മൂവി എന്താണ്? അതിനെ വെളുപ്പിക്കാൻ, ഈ വാര്യംകുന്നനെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. വാര്യംകുന്നനൊക്കെ നല്ല 1ാം തരം വർഗീയവാദിയാണ്. അതായത് അവിടെ അവരൊരു രാജ്യം തന്നെ സ്ഥാപിച്ച്, മലയാള രാജ്യ ഖിലാഫത്താണ് അവിടുത്തെ അവർ സ്ഥാപിച്ച സാധനം. അപ്പോൾ അതൊരു ഇസ്ലാമിക സെറ്റപ്പാണ്. അവിടെ ഹിന്ദുക്കളെയാണ് കൂട്ടക്കൊല നടത്തിയത്. ഹിന്ദുക്കളെ കൊന്നു തള്ളിയ കിണറുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ആരും പറയും. ഇതിനെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞതും ആനി ബസന്റ് പറഞ്ഞതും കുമാരനാശൻ പറഞ്ഞതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അതെന്താ ഇവരെടുക്കാത്ത? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ അതിവിടെ ഉണ്ടായിട്ടുണ്ട്. അത് അംഗീകരിക്കാതെ നമുക്ക് അപ്പം നമ്മൾ ഈ പറയുന്നതൊന്നും തന്നെ ഇമാജിനറി ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നിൽ ആണ് നമ്മളോട് വന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പറയും, ഇതിനെക്കുറിച്ച് പറയൂ എന്ന് പറയുന്നത്. ഈ മറ്റുള്ള മതത്തിൻ്റെയും കാര്യങ്ങളൊക്കെ അവിടെയാണ് നമുക്ക് അതിനോട് യോജിപ്പില്ലാത്തത്. കാരണം നമ്മൾ മുന്നിലുള്ള പ്രസിഡൻസ് ഉള്ള ഏറ്റവും കൂടുതൽ പേപ്പട്ടി മതത്വമുള്ള സംഗതിയെ പറയാന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതി. അത് എല്ലാവരും അത് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. കാരണം അങ്ങനെയാണെങ്കിലേ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ മാത്രം പറയണോണ്ടാണ്ട് ഒരാൾ പറയുന്നു എന്നുള്ള രീതിയിൽ വരുന്നത്. എല്ലാവരും ഇത് പറഞ്ഞത് തീർന്നു. അത് പറയുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഇപ്പോൾ ഏതായാലും വലിയ സന്തോഷമാണ്. കാരണം ഈ വൈറ്റ് കോളർ ടെറർ എന്നൊക്കെ ഉള്ള പേര് വരുന്നു. അങ്ങനെ പൊട്ടൻഷ്യൽ ജിഹാദി എന്നുള്ളൊരു വാക്ക് ഞാൻ പറഞ്ഞു വലിയ പ്രശ്നമായിരുന്നു. ഇന്നിപ്പോൾ അത് മീഡിയ മുഴുവൻ പറയാണ്. നിങ്ങളുടെ കൂടെയുള്ള ഡോക്ടർമാർ ആര് വേണമെങ്കിൽ ഇങ്ങനെ ആകാം എന്നിപ്പോൾ നാട്ടുകാർ പറയാണ്. ഞാൻ അത്രയ്ക്കൊന്നും പറഞ്ഞിട്ടില്ല. നോർമലൈസ് ആയി വരുന്നു. അപ്പൊ ഈ സാധനം നമ്മളിവിടെ ആളുകൾ ചർച്ചയാവും. കാരണം ആക്കുന്നത് ആരാണ്? സംഘികളല്ല, ആക്കുന്നത് ഈ തീവ്രവാദികൾ തന്നെയാണ്. അപ്പോൾ സാധാരണ മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ തീവ്രവാദികളാണ്. അത് അവർ തിരിച്ചറിയണം. അവരെ ഒരു ജോലി, ഇപ്പം നിങ്ങളൊക്കെ പോട്ടെ, ഇപ്പം നിങ്ങൾ ട്രാഫിക്കിൽ കിടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തൊരു കാറ്, ആ കാറ് ഒരു I-20 ആകുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സൊന്ന് ഞെട്ടും ഇല്ല? ഇനി ആ I-20-കകത്തിരിക്കുന്നത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഞെട്ടും. അതെ, ഇനി ആ ഇരിക്കുന്ന ആൾക്കൊരു താടി ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ കൂടുതൽ ഞെട്ടും. ഇതെല്ലാം ഉണ്ടാവുക. അപ്പൊ ആരാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്? നിങ്ങളൊരു ഫ്ലൈറ്റിൽ പോകുന്നു, നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എതിരെ ഒരാൾ ജുബയൊക്കെ ഇട്ട് ഇതേപോലെ താടിയും വെച്ച് മീശല്ലാതെ ഒരാൾ നടന്നു വരികയാണ്. നിങ്ങളുടെ മനസ്സിലൂടെ ഒരു സാധനം ഓടൂല്ലേ? ഇല്ലേ? ഇതാരാണ് അതിലേക്ക് കൊണ്ടെത്തിച്ചത്? ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് ആരാണ് ഇവിടെ വഴിവെക്കുന്നത്? അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്തേ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ ഒരു സ്വാമി നടന്നു വന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നു? ഒരു പള്ളിയിലച്ഛൻ നടന്നു വന്ന ആർക്കെങ്കിലും തോന്നുന്നു? ഇല്ല. ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ ഈ 9/11 നമ്മളുടെ വേൾഡ് ട്രേഡ് സെന്റർ ഇഷ്യൂ ഉണ്ടായതിനു ശേഷമാണ് പലപ്പോഴും നമ്മൾ
പറയുന്ന രീതിയിൽ എയർപോർട്ട് സെക്യൂരിറ്റി പോലും ഇത്രയും സ്ട്രോങ് ആവുന്ന അവസ്ഥയിലേക്ക് വന്നത്. മുസ്ലിങ്ങളെ ഒരു 2-3 തവണയൊക്കെ സ്ക്രീൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നത് അങ്ങനെയാണ്. കാരണം ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറി. അപ്പോൾ അത് ഇപ്പം ഞാൻ പണ്ട് നമ്മളിത് നോക്കുമ്പോൾ അത് വലിയ പ്രശ്നമായിരുന്നു. മുസ്ലിങ്ങളെ വേട്ടയാടുന്നു, മുസ്ലിം വേട്ട എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അതിനെ കണ്ടത്. പക്ഷേ എക്സ് മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഞാൻ നോക്കുമ്പോൾ അതൊരു സമാധാനമാണ്. കാരണം ഒരു ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. തീവ്രവാദികൾ ഏതായാലും കടത്തി വിട്ടിട്ടുണ്ടാവില്ല, അവർ നന്നായിട്ട് അവിടെ നോക്കിയിട്ടുണ്ടാവുമല്ലോ എന്നൊരു സമാധാനം. ആ സമാധാനമാണ് എന്നുള്ളത്. കാരണം നമുക്ക് ഈ സാധനം അറിയാം, ഇത് എവിടുന്ന വരിക, എങ്ങനെ വരിക എന്നുള്ളത്. അതുകൊണ്ട് നമുക്കിന്ന് സമാധാനമാണ്. കാരണം ഇതൊരു പാശ്ചാത്യ ലോകം എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ശത്രുത അവിടെ വരുള്ളൂ. അപ്പോൾ പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാശ്ചാത്യ ബോക്കോ ഹറാം എന്ന് പറയുന്ന അതിന്റെ മീനിങ് തന്നെ അതാണ്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഈസ് ഹറാം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ബോക്കോ എന്ന് പറയുന്നത് ബുക്ക് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ബുക്ക് എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്നുള്ളതിന്റെ ഒരു ബാക്കിയാണ്. അപ്പോൾ ഈ വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത്, പാശ്ചാത്യ വിരുദ്ധത എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. മാത്സ്, സയൻസ്, ഇംഗ്ലീഷ് അതെന്തുകൊണ്ടാണ് ഭയക്കുന്നത്? എന്തുകൊണ്ടാ? ഞാൻ ചോദിക്കാറുന്ന ചോദ്യം അത്. പെട്ടെന്ന് ബോക്കോ ഹറാം കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. അല്ല, ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന സാധനമാണ്. അപ്പൊ അത് ആ ഒരു ഇസ്ലാമൈസേഷന് ഓപ്പോസിംഗ് ആയിട്ട് നിൽക്കുന്ന സാധനമായിട്ടാണ് അവർ അതിനെ കാണുന്നത്. അതൊരു കുറെ ഫ്രീഡം കൊടുക്കുന്നു, സ്ത്രീകൾക്ക് തുല്യത കൊടുക്കുന്നു, എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഇഹലോകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഇതൊക്കെയാണ് വെസ്റ്റേണൈസേഷന്റെ പ്രശ്നമായിട്ട് അവർ കാണുന്നത്. ഇതൊന്നും ഈ പറയുന്ന ഇസ്ലാമൈസേഷനിലില്ല. ഇസ്ലാമൈസേഷനിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല, വ്യക്തി സ്വാതന്ത്ര്യം ഇല്ല, എഡ്യൂക്കേഷന് പ്രാധാന്യമില്ല, അങ്ങനെ ഒരു സാധനമില്ല. ഡെമോക്രസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല. ഇതാണ് നമ്മൾ അവിടെ കാണുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൽ പോകുന്നത്. പക്ഷെ ഇവിടെ ആയാലും മതപഠനം, മതം പഠിച്ച ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ സാധനം കാണുമ്പോൾ ഇപ്പോൾ ഈ കളരി പഠിച്ച ഒരാൾക്ക് എവിടെ നോക്കിയാലും മർമ്മമാണെന്ന് പറയും എന്ന പോലെയാണ് നമ്മുടെ ഒരു പ്രശ്നം. നമുക്ക് ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ മുസ്ലിം, ഉന്നക്കായ തിന്നുന്ന മുസ്ലിം, സമോസ ഉണ്ടാക്കുന്ന മുസ്ലിം, ഇങ്ങനെ നിങ്ങൾ കാണുള്ളൂ. നമ്മളെ കണ്ണിൽ ഇതൊന്നും അല്ല കാണുന്നത്. നമ്മളെ കണ്ണിൽ കാണുന്നത് മുഴുവൻ ഇത് അവൻ. ഇപ്പം ഞാൻ പറയണേ, ഇപ്പൊ ഒരു പരിപാടി, ഒരു കോഴ്സിന് ഞാൻ പോയ സമയത്ത് ഒരു വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് ഏതാണ്ട് 19ഓളം ആളുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പയ്യൻ കുറച്ച് താടിയൊക്കെ നീട്ടി, മീശല്ലാതെ, ഒരു ഡോക്ടറാണ്, എല്ലാവരും ഡോക്ടേഴ്സാണ്, ഒരു പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉന്നക്കായോ സമൂസ എന്നല്ല ഓർമ്മ വന്നു. ഇവൻ ഏതൊരു ജിഹാദിയാണെന്നാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. അപ്പോൾ എനിക്കിത് ഇപ്പം നേരിട്ട് താനൊരു ജിഹാദിയാണോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾക്കിത് അറിയണം, ഇവൻ എത്രത്തോളം മതം ഉണ്ട് എന്നുള്ളത് അളക്കണം. ഇതാണ് നമ്മളുടെ അളവ് പോലൊന്നുമില്ല, നമുക്കിങ്ങനെ മെഷർ ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല. പക്ഷേ ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിലൊക്കെ നമുക്കിത് കണ്ടെത്താനുള്ള ചില വഴികളുണ്ട്. ഇവരുടെ ഒന്ന് താടി തന്നെയാണ്. മീശല്ലാതെ താടി വെക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു, ഇപ്പം ഞാൻ ഇത്രയ്ക്ക് വലിയ വിശ്വാസിയായിരുന്നു പറഞ്ഞിട്ട് പോലും എനിക്ക് മീശല്ലാതെ താടി വെക്കാൻ വലിയ മടിയായിരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. കാരണം അതൊരു വൃത്തിയില്ലാത്തൊരു സാധനമാണ് ഉള്ളത് പറയണേ. അപ്പോൾ നമുക്കത് തീരെ പറ്റൂലായിരുന്നു. അതേപോലെ ഇപ്പം മുക്കാ പാൻ്റ് ഇട്ട് നടക്കുക എന്ന് പറയുന്നത് അതെനിക്ക് തീരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ തന്നെ നമ്മൾ അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പണ്ട്. കാരണം ഇതിൽ പറയുന്നത് അങ്ങനെ ഈ ഞെരിയാണിക്ക് താഴെ പാൻറ് പോകരുത്, അത് പോയ ഹറാമാണെന്നാണ് പറയാം. അപ്പം ഞാൻ പറയും, അപ്പം നമ്മൾ ഈ മതത്തിലെ തന്നെ ചില സാധനങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഇതിന് മറുപടി പറയുക. അതായത് ചില ഹദീസ് ഉണ്ട്, അതായത് അള്ളാഹു നോക്കുക നിങ്ങളുടെ വസ്ത്രത്തിലേക്കോ ദേഹത്തിലേക്കോ ഈ നിങ്ങളുടെ ഭംഗിയിലേക്കോ രൂപത്തിലേക്കോ ഒന്നുമല്ല, അള്ളാഹു നോക്കുക നിങ്ങളുടെ ഹൃദയത്തിലേക്കാണെന്നാണ് ഹദീസ്. ഞാൻ അതെടുത്ത് വെച്ച് പറയാം. അള്ളാഹു ഞാൻ മുക്കാപ്പാൻ ഇട്ടുണ്ടോ എന്ന് നടക്കലല്ല അള്ളാഹുവിൻ്റെ പണി, എൻ്റെ ഹൃദയത്തിലുണ്ടോ എന്ന് പഠിച്ചു നോക്കിയാൽ മതി, അത് അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് അവരോട് മറുപടി പറയുന്നത്. ഇതായിരുന്നു നമ്മളെ പരിപാടി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാനുള്ള സാധനമൊക്കെ നമുക്ക് വേണം. അതാണ് ഈ 2 മദ്രസ പഠിച്ചുള്ള ഗുണം. എന്നിട്ട് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. അപ്പോൾ ഒരു വിശ്വാസം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് അവന്റെ പാന്റിന്റെ ഇറക്കം കുറയും, മീശയുടെ അളവ് കുറയും, താടി കൂടും. താടിയൊന്നും വെട്ടി ഒതുക്കാൻ പോലും പാടില്ല, അതിങ്ങനെ വെറുതെ വിടണം എന്നാ പറയുക. അതാണ് ഈ ഇവരെ കാണുമ്പോൾ ഒരു വൃത്തിയില്ലാത്തത്. ഈ മീശല്ലാതെ താടി വെച്ച് നടക്കുന്ന ടീമിനെ നോക്കിയാൽ കാണാം, ഇങ്ങനെ ഒരു ഓർഡറൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് അതിലെ കാര്യം. അതിന്റെ കാരണം ഇതാണ്, അത് വെറുതെ വിടുക എന്നുള്ളതാണ് അതിന് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതാണ് അതിലെ കാര്യം. അപ്പോൾ ഞാൻ ഈ പയ്യനെ നോക്കിയപ്പോൾ ഇവന് താടിയുണ്ട്, അവിടെ 0.1, പിന്നെ മുക്കാ പാൻ്റാണ് 0.2, പിന്നെയും വേണമല്ലോ ഡ്രസ്സൊക്കെ ഇതിൽ കണ്ടു. പിന്നെ അടുത്തത് ഇവൻ സ്ത്രീകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൈ കൊടുക്കുക, അപ്പം നമ്മളൊക്കെ പരസ്പരം പരിചയപ്പെടുമ്പോൾ കൈ കൊടുക്കും, അങ്ങനെ പരിപാടി ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ 0.3 അങ്ങനെ വന്നു. അടുത്തത് അങ്ങനെ ചെയ്യില്ല ഇവരങ്ങനെ. അത് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ ഈ ചില ക്രിക്കറ്റ് പ്ലെയേഴ്സ്, ഫുട്ബോളേഴ്സൊക്കെ സമ്മാനം കൊടുക്കുന്ന സമയത്ത് ഈ സ്ത്രീകൾ ഇങ്ങനെ സമ്മാനമൊക്കെ ആയിട്ട് വരുന്നു, ഈ ഓർഗനൈസേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള അവർ വരുന്നു കഴിയുമ്പോൾ ഇവർ ഉടനെ തല ഇങ്ങനെ താഴ്ത്തും, തൊപ്പി ഇങ്ങനെ വെക്കും. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോ?
ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. സ്ത്രീകളുടെ മുഖത്ത് പോലും നോക്കാൻ പറയാം. മുഖത്ത് നോക്കി അവർക്ക് ആകെ കുഴപ്പമാണ്, അവർക്കാണ് പ്രശ്നം. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ മറ കെട്ടണം എന്ന് പറയുന്നത്. ഇപ്പോൾ മറ കെട്ടിയിട്ട് ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് പുരുഷനെ കാണാം, ഓക്കെ, സ്ക്രീനിൽ കാണാം. ഇപ്പോൾ പള്ളികളിൽ മറ അവർ വേറെ സ്ഥലത്താണ് ഉണ്ടാവുക. പക്ഷെ ഇമാമ സംസാരിക്കുന്നത് സ്ക്രീനിലൂടെ സ്ത്രീക്ക് താഴെ കാണാം. പക്ഷെ സ്ത്രീകൾക്ക് പുരുഷനെ കാണാൻ കഴിയില്ല, പുരുഷന്മാർക്ക് സ്ത്രീകളെ കാണാൻ കഴിയില്ല. അപ്പൊ ആർക്കാ കുഴപ്പം? ഇതാ നമ്മൾ ചോദിക്കുന്നത്. സ്ത്രീ പുരുഷനെ കണ്ടുകൊണ്ട് കുഴപ്പമില്ല എന്നല്ലല്ലോ ഇവരെയും പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ സ്ത്രീ കണ്ണു മൂടിയിട്ട് നടക്കണം എന്ന് പറഞ്ഞാലും സ്ത്രീക്ക് പുരുഷനെ കാണാലോ. പുരുഷനല്ലേ സ്ത്രീയെ കാണാത്തത്. അപ്പൊ സത്യത്തിൽ പുരുഷൻ കണ്ണിനൊരു ബ്ലൈൻഡിങ് വെച്ച് ഈ ഗാന്ധാരി നടന്ന പോലെ നടന്നാൽ മതിയായിരുന്നു. ഇതാണ് ശരിക്കും വേണ്ടിയിരുന്നത്. ഇതാണ് നമ്മൾ പറയുന്നത്. എന്നാൽ എന്തോരം സ്ത്രീകളുടെ അവസ്ഥ രക്ഷപ്പെട്ടാണ്. ഇത് പുരുഷന്മാര് അവർക്കെല്ലാം ഇങ്ങനെ നടക്കാൻ വേണം, സ്ത്രീകൾക്ക് അവരെ കാണാനും പറ്റും, എന്നാൽ അവർക്ക് സ്ത്രീകളെ കാണാനും പറ്റില്ല. ഇതാണ് വെക്കുന്നത്. ഇത് പറയുന്ന കേൾക്കുമ്പോ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ഒരു പ്രസ്താവന എനിക്ക് ഓർമ്മ. അത് കേൾക്കാറുണ്ടോ? പിന്നെ നമ്മള് പിന്നെ ഈ മേഖലയിലായതുകൊണ്ട് അതല്ല, ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ തെരഞ്ഞെടുത്ത ആള് ആരിഫ് ഹുസൈൻ ആണല്ലോ. അപ്പൊ പിന്നെ ഞാനിത് കേൾക്കണല്ലോ. കഷ്ടപ്പാട് തന്നെ. അതല്ല, ഞാൻ കേട്ടത് എന്താണെന്നറിയോ, ഈ ഹിജാബുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാ. ഹിജാബ് ഉപയോഗിക്കാത്ത ഒരു സ്ത്രീ അവരെ എന്തുകൊണ്ടാണ് സാമ്യപ്പെടുത്തിയെന്നറിയോ? ഈ ജ്വല്ലറി അതിന്റെ ഷട്ടർ ഓപ്പൺ ചെയ്ത് വെച്ചതിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരു നല്ല ഉദാഹരണമായി. സാധാരണ പറയാറ് മിഠായി തൊലി പൊളിച്ചതൊക്കെയാണ്, പഴം, പിന്നെ ആമത്തോട്, ഇതൊക്കെയാണ് പറയാറ്. ആമ തോടില്ലാതെ നിന്നാ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പൊ നമ്മള് ചോദിക്കണ്ട, ആണാമയ്ക്കും പെണ്ണാമയ്ക്കും തോടുണ്ട്. അതല്ല, ഈ ജ്വല്ലറി ആയതുകൊണ്ട്, ഇത്രയും മൂല്യമുള്ള സാധനം ആയതുകൊണ്ട് ആൾക്കാർ അട്രാക്റ്റഡ് ആവുമല്ലോ. അത് അവര് പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്താ, സ്ത്രീ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പൊതുവേ മതങ്ങൾ സ്ത്രീകളെ വസ്തുക്കളായിട്ടാണ് പരിഗണിക്കുന്നത്. ഇസ്ലാമിൽ ഇന്നും അതാണെന്ന് മാത്രമല്ല, ഇന്ന് അത് പ്രചരിപ്പിക്കുന്നതിന് അപ്രീസിയേഷൻ കിട്ടുന്നു. അത് ഈ മുസ്ലിം സ്ത്രീകൾ പോലും സമ്മതിച്ചു കൊടുക്കുന്നു. അതാണ് അതിലെ ഏറ്റവും വലിയ തമാശ. ഇപ്പോൾ മതങ്ങൾ അങ്ങനെ സ്ത്രീകൾ കാണുന്നു, പാട്രിയാർക്കലായിട്ടുള്ളൊരു സമൂഹമാണെന്നൊക്കെ നമ്മൾ പറയുന്നു. സ്ത്രീകളെ അങ്ങനെ ഒരു ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനോട് എതിരാണെന്നൊക്കെ നമ്മൾ പറയും. നിങ്ങളുടെ വീട്ടിൽ ഇപ്പം നിങ്ങളുടെ വിശ്വാസം ഇസ്ലാം അല്ലാത്തതുകൊണ്ട് അവിടെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു നിലപാട് വീട്ടിലാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കില്ലേ? നിങ്ങൾ അതിനോട് എതിർക്കുമോ? പുറത്താരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അതിനെ കേട്ടോണ്ടിരിക്കുമോ? ഇല്ല. പക്ഷെ ഒരു മുസ്ലിം സ്ത്രീയുടെ അടുത്ത് ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവളൊരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അതിനെന്താ കുഴപ്പമെന്നാ ചോദിക്കുക. ഞങ്ങളുടെ മതം ഇങ്ങനെയാണ് പറയണത്, സോ വാട്ട്, ഇതാണ് ചോദിക്കുക. അതിനെന്താ കുഴപ്പം? ഞാൻ പറയാം, അതിനെന്താ കുഴപ്പം എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴത്തെ ഭീകര ഒരു മുദ്രാവാക്യം. ഇത് വെച്ചോട്ടാണ് ഇന്നിപ്പോൾ ഇസ്ലാമിൽ എന്ത് കുഴപ്പത്തെ ന്യായീകരിക്കുന്നത്. അടിമത്തത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെന്താ കുഴപ്പം എന്നാ ചോദിക്കുക. അതല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന സാധനം ജിഹാദിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഈ ജിഹാദിനെ കുറിച്ച് പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി എൻ്റെ മണ്ടയ്ക്ക് കയറി. അപ്പൊ ഇവർ തന്നെയാണ് പറയുന്നത് ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധമല്ല എന്ന്. അപ്പൊ ജിഹാദ് യുദ്ധം അല്ലെങ്കിൽ ഞാൻ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുമ്പോൾ ഇവരെന്തിനീ കുഴപ്പമുണ്ടാക്കണം? ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് അവരാദ്യം ചോദിക്കണ്ടേ. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്തോ കുഴപ്പമുണ്ട് ജിഹാദിനെന്നുള്ളത്. അതാണല്ലോ അതിൽ നിന്ന് വരുന്നത്. നമ്മളതന്നെ പറയണുള്ളൂ. അപ്പൊ അവര് പറയുന്നത് അങ്ങനെയല്ല, ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നതന്നെയാണ് ജിഹാദ് എന്ന് പറയാം. അപ്പോൾ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാൻ സാധ്യതയുള്ള ഒരാൾ, അത്രയല്ലേ അതിൻ്റെ അർത്ഥമുള്ളൂ. അങ്ങനെ കണ്ട് നിങ്ങൾക്ക് സമാധാനിച്ച പോരെ? എന്താ നിങ്ങൾക്ക് സമാധാനിക്കാൻ പറ്റാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അപ്പൊ അവർക്ക് ഉള്ളിൽ അറിയാം ഇതെന്താ സാധനം എന്നുള്ളത്, പക്ഷെ അത് തുറന്ന് സമ്മതിക്കാനുള്ള ഒരു മടിയാണ്. ഈ മതപഠനം രണ്ടുപേരും നടത്തുന്നതാണല്ലോ. അപ്പൊ പുരുഷ മേധാവിത്വം ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ പഠിക്കുന്നതെന്നറിയാം. അപ്പോഴും ഈ സ്ത്രീകൾക്ക് നേരെ ഇൻജെക്ട് ചെയ്യുന്നത് അവരെപ്പോഴും പുരുഷന്റെ അടിമയാണ് എന്നുള്ള രീതിയിലാണല്ലോ. അത് നോർമലൈസ് ചെയ്ത് കൊടുക്കുന്ന സ്ത്രീകളും കൂടിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ കടന്നു വന്നത് ഈ സിംറ്റം ഇവന്റെ പോക്കറ്റിൽ ഒരു വടി ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഈ പീഡിയാട്രീഷ്യന്റെ ആ വടി എന്താന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ആർക്കും കണ്ടാൽ മനസ്സിലാവില്ല. അതാണ് അതിന്റെ കുഴപ്പം. കാരണം അത് മിസ്വാക്ക് എന്ന് പറയുന്ന സാധനമാണ്. ഈ മരക്കൊള്ളി കൊണ്ട് ഇങ്ങനെ പല്ല് തേക്കുന്ന ഒരു പരിപാടി. നമ്മളുടെ സാധാരണ നിങ്ങൾ എത്ര മുസ്ലിങ്ങൾ ഇത് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഈ പറയുന്ന ജിഹാദി ഒരു മേഖലയിലേക്ക് ദാവ ഇൻഫ്ലുവൻസിൽ പെട്ട് നിങ്ങളൊരു ഒരു ജിഹാദിയായി മാറി എന്ന് വിചാരിക്കുക. പിന്നെ നിങ്ങൾ കൈ കൊണ്ടു നടക്കുന്ന സാധനം അതായിരിക്കും ഈ പറയുന്ന മിസ്വാക്ക്. ഞാനിത് എവിടുന്നാ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുണ്ടായിരുന്ന പള്ളിയിൽ ഈ തബ്ലീഗി ജമാഅത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ അവരിങ്ങനെ ഇങ്ങനെ ഊര് തണ്ടി നടക്കുന്ന ഒരു ടീമാണ്. പള്ളികളിൽ തോറും ഇങ്ങനെ പോയി അവിടെ തമ്പടിച്ച് 5-10 ദിവസമൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് കയറി അടുത്ത പള്ളിയിൽ പോകും. ഇങ്ങനെ പോകുന്ന ഒരു പരിപാടി പണ്ടൊക്കെ ഇപ്പോഴും ഉണ്ട് അത്. അപ്പൊ ഈ പോകുന്ന സമയത്ത് ഇവർ വരുന്ന സമയത്ത് ഇവർ വലിയ ഈ തബ്ലീഗി ജമാഅത്ത് എന്ന് പറയുന്ന ആ കൂട്ടത്തെ ദ ഗേറ്റ് വേ ടു ടെറർ എന്നാണ് സൗദി അറേബ്യ വിശേഷിപ്പിച്ച് അവർ ബാൻ ചെയ്തതാണ്.
നമ്മളും ബാൻ ചെയ്യേണ്ട സാധനമാണ് ഈ തബ്ലീഗ് ജമാഅത്ത്. തീർത്ഥാടകർ പോലെയാണോ? തീർത്ഥാടകർ എന്നുള്ളതിനേക്കാൾ ഉപരി ഇവര് ഒരു സഞ്ചരിക്കുന്ന ദാവ വണ്ടിയാണ്, അങ്ങനെ പറഞ്ഞാൽ ഈ മതപ്രചരണം. ഓക്കെ, ഇവര് പ്രചരണത്തെക്കാൾ കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവരിങ്ങനെ ചെയ്തു കാണിക്കും എന്താണ് ഈ വിശ്വാസം എന്നുള്ളത്. അവരുടെ രൂപത്തിലും അവരുടെ രീതികളും നിസ്കാരവും പ്രാർത്ഥന ഇതിങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ആളുകൾ ഇവരോടൊപ്പം കൂടും. അങ്ങനെയാണ് ഉണ്ടാവുക. ഒരു അപ്ലിക്കേഷൻ ലെവലിലാണ് ഇവരുടെ പരിപാടി. പ്രസംഗമൊക്കെ കുറവാണ്, പ്രസംഗിക്കുന്നൊക്കെ ചെയ്യും, അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്യും. പക്ഷെ ഇതാണ് ഇവരുടെ ഒരു രീതി. ഇതിൽ പെട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇവരുടെ കൂടെ കൂടാം ഈ വണ്ടിയിൽ. അപ്പോൾ ഒരു സ്ഥലത്ത് വന്ന് 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും അവർ ഒരാളെ കൂട്ടും. അപ്പോൾ പോകുമ്പോൾ 11 അടുത്ത സ്ഥലത്ത് 11 പേര് ചെന്നു, അവിടുന്ന് ഒരാൾ കൂടി 12 ഇങ്ങനെ പോകും. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഗേറ്റ് വേ ടു ടെറർ തന്നെയാണ് ഞാൻ വിളിക്കുക. ജമാഅത്ത് ഇസ്ലാമി സലഫി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു തീവ്രമായ ഇസ്ലാമിക രൂപമാണ് ഈ പറയുന്ന തബ്ലീഗ് ജമാഅത്ത്. അപ്പോൾ ഇവർ ഈ സ്ഥലത്ത് വരുമ്പോൾ ഞാൻ ഇവരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഈ സ്റ്റിക്ക് വെച്ചിട്ടുള്ള പരിപാടി. ഇവരിതും കൊണ്ടാണ് നടക്കുക. മീൻസ് പല സാധനങ്ങളും അവരുടെ കയ്യിലുണ്ട്. എല്ലാ സ്റ്റീരിയോ ടൈപ്പിങ്ങിന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഒത്ത ആളുകളാണ് ഇവർ. പക്ഷെ അവരുടെ കയ്യിൽ ഈ സാധനമുണ്ട്. അപ്പോൾ നമുക്കറിയാം, പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് എത്ര വിശ്വാസികൾ കാണും, എത്ര പേർക്ക് അറിയും. ഇനി ഞാനും ഈ സാധനം ഉപയോഗിച്ചിരുന്നതാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മൾ മോണയൊക്കെ പരിപ്പായപ്പോഴാണ് നമ്മൾ കാര്യം മനസ്സിലാക്കി ഇത് കൊള്ളില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ഡെന്റിസ്റ്റിനെ പോയി കണ്ട് നല്ല പേസ്റ്റും ടൂത്ത് ബ്രഷൊക്കെ വാങ്ങിച്ച് അതിലേക്ക് മാറിയത്. അപ്പോൾ വിശ്വാസം തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ പെട്ട കാര്യങ്ങളാണ്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പോലും ഇത് മാറ്റമായിട്ട് മാറും. അപ്പോൾ ഇതും കൂടി കണ്ടപ്പോൾ നമ്മൾ ഉറപ്പിച്ചു ഇവൻ്റെ ജിഹാദി. അപ്പോൾ ഇങ്ങനെയാണ് സമൂഹത്തിൽ ഈ വൈറ്റ് കോളർ ജിഹാദ് അത് നിലനിൽക്കുന്നത്. അത് നമുക്ക് അറിയാൻ കഴിയില്ല. ഇനി എപ്പോഴാണ് ഈ ഡോക്ടർ ഇനിയിപ്പോൾ ഒരു വൈറ്റ് കോളർ ഒരു ടെറർ ഡോക്ടർ ആയി മാറാമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ താഴേക്ക് വരും. ഇസ്ലാം പഠിച്ച ഒന്നെങ്കിൽ പൊട്ടും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആവുമെന്ന് ഞാൻ പറയുന്നത് അതാ. പഠിച്ച ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ജിഹാദി ആകാനുള്ള ആ ഒരു മേഖലയിലേക്ക് കടന്നു പോകുക എന്നുള്ളതാണ്. എല്ലാ മുസ്ലിങ്ങളും പഠിക്കാൻ തയ്യാറാവാറില്ല. ഒരു 80-90% ആളുകൾ ഇങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ പോവാണ്. കാരണം അവർക്ക് സമയമല്ല ഒന്നാമത്തെ ജീവിക്കണ്ടേ. പക്ഷെ സമയം കുറച്ചുള്ള ആളുകൾ ഈ പണിക്ക് നിൽക്കും. അതുകൊണ്ടാണ് ഈ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഈ പിടിച്ചതെല്ലാം ഡോക്ടർമാരാണ്, എഞ്ചിനീയർമാരാണ്. നമ്മൾ പേരെടുത്ത് കേട്ടിട്ടുള്ള ഏത് തീവ്രവാദി എടുത്തു കഴിഞ്ഞാൽ അവരൊന്നും ജോലിയും കൂലി ഇല്ലാത്ത ആൾക്കാരല്ല. ഒസാമ ബിൻ ലാദൻ ഒരു എഞ്ചിനീയർ ഒരു പദവിയിലുണ്ടായിരുന്ന ആള്, ഐമൻ അൽ സവാഹിരി ഒരു സർജൻ ആയിരുന്നു, ജാക്കിർ നായിക്ക് ഒരു മെഡിക്കൽ ഒരു ഡോക്ടർ എന്നാണല്ലോ പുള്ളി തന്നെ വിളിക്കാറ്, MM അക്ബർ പുള്ളി ഒരു MSc ഫിസിക്സ് ആണ്. ഇപ്പോൾ ബാസിലിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി BDS ആണ്. ബാസിലിന്റെ അനിയൻ ഹിലാൽ ഒരു MBBS വിദ്യാർത്ഥിയാണ്. പിന്നെ ആ ടീമിലുള്ള അജ്മൽ IIT പ്രൊഫഷണലാണ്, അവിടുന്ന് പാസ്സായ ആളാണ്, എന്തോ എഞ്ചിനീയറാണ്. അങ്ങനെ നിങ്ങൾ ആ ടീമിലുള്ള ആളെ നോക്കുക. പിന്നെ ഇനിയിപ്പോൾ പുറത്തേക്ക് വീണ്ടും നമ്മളിപ്പോൾ ബാഗ്ദാദി PhD എടുത്ത ആളാണ്. ഇപ്പം നമ്മൾ ഈ പിടിച്ച ആളുകൾ ഇപ്പോൾ നമ്മൾ കേട്ടതാണ്. ഇതിനു മുന്നേ തന്നെ ISIS ലിങ്കേജ് ഉള്ള ആളുകളെ NIA സ്ഥിരമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അതിൽ പൂനെന്ന് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അനസ്തറ്റിസ്റ്റ് പുള്ളീനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഡോക്ടറാണ്. ഇങ്ങനെ നിങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ ഡോക്ടർമാർ, എഞ്ചിനീയർ, ഈ ബാംഗ്ലൂർ ബ്ലാസ്റ്റ് അത് എഞ്ചിനീയർമാരാണ്. ഏതെടുത്തു കഴിഞ്ഞാലും ഇതിൽ വിദ്യാഭ്യാസത്തിന് കുറവില്ല. അപ്പോൾ ഇത് കുറച്ചൊരു ഫൈനാൻഷ്യൽ ബാക്കിങ്ങും അവർക്ക് ഒരു ലക്ഷറി, ഇങ്ങനെ ഒരു സമയം കൊണ്ടൊരു ലക്ഷറി ഉള്ള ആളുകൾക്കാണ് ഇതൊക്കെ കൂടുതൽ അന്വേഷിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള സാധ്യത കൂടുകയും പിന്നെയാണ് അവർക്ക് ഈ ഗിൽറ്റ് കോംപ്ലക്സ് അവിടെ ഉള്ള ആളുകളാണ്. അവരുടെ പൂർവ്വ ആശ്രമത്തിൽ എന്തെങ്കിലും കുതിര തുള്ളി നടന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഗിൽറ്റ് കോംപ്ലക്സ് കൂടുതലായിരിക്കും. അപ്പോൾ അതും കൂടി വരുമ്പോഴാണ് ഈ നരകഭയം അവിടെ കണക്റ്റായി അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ അൾട്ടിമേറ്റ്ലി ചെന്നെത്തുക ഒന്നുകിൽ ജിഹാദ്, അതല്ലാന്നുണ്ടെങ്കിൽ അവർ കാര്യം മനസ്സിലാക്കി മതത്തിൽ നിന്ന് പുറത്ത് കിടക്കും. ഇതാണ് ഇതിൽ സംഭവിക്കുക. അപ്പോൾ പഠിക്കാൻ തയ്യാറാവുന്ന ആ ട്രിഗറാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ തയ്യാറാവുന്ന സമയത്ത് അവർക്ക് എന്താണോ പ്രൈമിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളത് അതാണ് കാര്യങ്ങൾ നിശ്ചയിക്കുക. അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. ജിഹാദി ആവണോ അല്ല മതം ഉപേക്ഷിക്കണോ, അത് കൂടുതൽ പഠിക്കണോ, അത് മറ്റു വഴികൾ തേടണോ, ഇതെല്ലാം അവിടെ വരുമ്പോൾ മതത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആരിഫ് ഹുസൈൻ കൂടുതൽ പഠിച്ചിട്ടില്ലേ? അതെ, നമ്മൾ പഠിച്ചു, കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിച്ചു, അപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അതായത് അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ നമ്മൾ കൂടുതൽ തീവ്രമായി നമ്മൾ ഈ തീവ്രമായ ലെവലിൽ പോയി കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞ നമ്മള് ഈ എന്താണ് അനാറ്റമി ഓഫ് ആൻ ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ ഒരു ജിഹാദി എന്ന് പറയുന്ന രീതിയിൽ നമ്മളൊരു സാധനം വെച്ചിട്ടുണ്ട്, അനാറ്റമി ഓഫ് ആൻ എ ജിഹാദി. അതിൽ ഒരു 5 സ്റ്റേജസ് ആണ് നമ്മൾ പറയാം. 5 സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മുസ്ലിമാണ്. ആ റിച്വലിസ്റ്റിക് മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണാറുള്ള ഈ സലാം പറയും, ഹലാൽ ഇറച്ചി തിന്നും, അങ്ങോട്ട് നോക്കിയാൽ ചിരിക്കും, ഉന്നക്കായ ഉണ്ടാക്കും, ഇതൊക്കെ ഉള്ള അവർക്ക് അത്രയൊക്കെ അറിയുള്ളൂ. കൂടുതൽ നിസ്കരിക്കും, ഓതും, ഇതൊക്കെ തന്നെയുള്ളൂ. അവിടുന്ന് ഒരു സ്റ്റേജ് 2 എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി എൻഫോഴ്സ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരും.
ഓക്കെ, അവിടെ പിന്നെ അവൻ തട്ടം നിർബന്ധമാവും, അങ്ങനെ വരും. ഒരു സ്റ്റേജ് 3 എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി അവിടെ പിന്നെ അറബി ഭാഷയോടൊക്കെ കുറച്ച് സ്നേഹം കൂടും. പിന്നെ അവന് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും പറയില്ല, കൺഗ്രാജുലേഷൻ പറയില്ല, എല്ലാം മബ്രൂക്ക് അറബി മാത്രം. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക്. പിന്നെ സ്റ്റേജ് 4 എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ഇത് ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാൻ തുടങ്ങും അടുത്ത ആളിലേക്ക്. നീയും ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അവിടെ തിന്മ കണ്ട വിരോധിക്കണം എന്നുള്ള ലെവലിലേക്കൊക്കെ പിന്നെ കൂടുതൽ എൻഫോഴ്സ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഇസ്ലാമിക് ഫൈനാൻസ് ഒക്കെ ആ സ്റ്റേജിലൊക്കെ പറ്റുള്ളൂ. ലോണൊന്നും എടുക്കില്ല, കാറൊന്നും എടുക്കില്ല, അങ്ങനെയുള്ള ലെവലിലേക്ക് പോകും. സ്റ്റേജ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിജറ പോവും, നേരെ പോയി ജിഹാദ്, ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള ഓട്ടം. അപ്പോൾ ഈ ലെവൽ 1 എന്ന് പറയുന്നത് റിച്വലിസ്റ്റിക് മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഒരു ലെവൽ 5 എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ മുസ്ലിമാണ്. അവിടെ പൊളിറ്റിക്സ് ആണ് വരുന്നത്. അതായത് ഈ സാധനം പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ലെവൽ 1 നിൽക്കുന്ന മുസ്ലിമും 2 നിൽക്കുന്ന മുസ്ലിമും ഒക്കെ ഒരു പരിധി വരേക്കും ഡെമോക്രസീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. ഡെമോക്രസിയൊക്കെ വേണം, സെക്കുലറിസം വേണമെന്നൊക്കെ പറയും. ഒരു ലെവൽ 4, 5 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഡെമോക്രസിയൊക്കെ ഹറാമായിട്ട് മാറും. അതാണ് ആ വ്യത്യാസം. അപ്പോൾ ഇത് എൻറ്റയർലി ഓപ്പോസിങ് ആയിട്ടുള്ള സാധനം. ഇതൊന്നും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം നമ്മളുടെ നാട്ടിൽ കണ്ടിട്ടുള്ളത് ഒരു ലെവൽ 3 വരെയുള്ള ആളുകളാണ്. അപ്പം ഞാനൊരു ലെവൽ 3 നിന്ന് 4ലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് നമ്മൾ എത്തിയത്. അവിടെ നിന്നാണ് നമ്മൾ തിരിച്ച് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും കാണുന്ന ഈ ലെവൽ 1, 2, 3 ഉള്ള ആളുകളാണ് കൂടുതലും കാണുന്നത്. അതാണ് 4ഉം 5നും നിങ്ങൾക്ക് അധികം കാണാൻ കഴിയില്ല. കാരണം അതിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകൾ ഒന്നെങ്കിൽ ജയിലായിരിക്കും, അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടുണ്ടാവും. ജീവനോടെങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ആളുകളെ നിങ്ങൾക്ക് ഈ 3, 4ന്റെ ഇടയിലുള്ള ആളുകളാണ് നമ്മൾ എക്സ് മുസ്ലിങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത് കൂടുതൽ കാണാൻ കഴിയുക. കാരണം അവർ ആ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഇനി എന്ത് വേണം, ജിഹാദിലേക്ക് പോകണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയാണോ എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ നമ്മളവിടെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ തീരുമാനം എടുത്തത് ഈ സാധനം പൊട്ടത്തരമാണ്, ഇതൊരു മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കി നമ്മൾ പുറത്തേക്ക് കടന്നു. ചില ആളുകൾ അത് പുറത്തേക്ക് കിടക്കുന്ന വരെ നേരെ അടുത്ത ലെവലിലേക്ക് പോകും. അതാണ് ഉണ്ടാവുക. ഇപ്പം നമ്മളല്ല ആരിഫ് പറഞ്ഞല്ലോ സ്റ്റേജ് വൈസ് കാറ്റഗറൈസേഷൻ. അങ്ങനെ വരുമ്പോൾ ഫെയ്ത്ത് ഈസ് പീസ് എന്നുള്ളിടത്ത് നിന്ന് ഫെയ്ത്ത് യൂസ്ഡ് ആസ് വയലൻസ് എന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയാണ് ആ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നത്? ഇസ്ലാമിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. ഇസ്ലാമിൽ ഫെയ്ത്ത് ഈസ് പീസ് എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റുകൾ ആരും പറയാറില്ല. അത് ബാക്കിയുള്ള ആൾക്കാരല്ലേ പറയാറുള്ളത്, നമ്മുടെ രാഷ്ട്രീയക്കാർ. മതം സമാധാനമാണ്, മതമെല്ലാം നന്മയാണ്, ഇതൊക്കെ ഇങ്ങനെ ഇസ്ലാമിൽ എവിടെ അങ്ങനെ പറയുന്നത്? ഇസ്ലാമിൽ അങ്ങനെ പറയുന്നില്ല. ഇസ്ലാമിൽ പറയുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അതായത് അള്ളാഹുവിന്റെ മുന്നിൽ മതം ഇസ്ലാം മാത്രമേ ഉള്ളൂ, വേറെ മതമൊന്നുമില്ല. ആ മതം എന്ന് പറയുന്നത് ഇതാണ്, ഡോമിനേഷനാണ്. ആ മതത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മതം മുഴുവൻ അള്ളാഹുവിന്റെ കീഴിലേക്ക് ആവുന്നത് വരേക്കും നിങ്ങൾ ജിഹാദ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ അയൽപക്കത്തുള്ള ആളുകളോട് മുതൽ നിങ്ങൾ പരുഷമായിട്ട് അതായത് അവരോട് പരുഷമായിട്ട് നിലകൊള്ളണം എന്നല്ല പറയുന്നത്, അയൽക്കാർ നിങ്ങളിൽ പരുഷമായ നിലപാട് അവർ കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, അവർക്ക് തോന്നണം. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ഞാനിപ്പോൾ വല്ലതൊക്കെ പറയും, നിങ്ങൾക്ക് പരുഷമായിട്ട് തോന്നിയില്ല എന്ത് ചെയ്യും? അങ്ങനെ തോന്നിപ്പിക്കണം എന്നാണോ പറയുന്നത്? തോന്നിപ്പിക്കണം എന്നാണ് പറയുന്നത്. അവിടെയാണ് ജിഹാദി ആവുന്നത്. അവിടെയാണ് ഈ ജിഹാദിന്റെ ആ എപ്പിറ്റോമി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ദേഷ്യം കാണിക്കുകയോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുകയോ എന്നുള്ളതൊന്നല്ല, പെർസെപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ജിഹാദ് ചെയ്യുമ്പോൾ, യുദ്ധം ചെയ്യുമ്പോൾ അതിലൊക്കെ പറഞ്ഞു വെക്കുന്ന ഇൻസ്ട്രക്ഷൻ അതാണ്. അവർ തലമുറകളോട് ഓർത്തിരിക്കണം എന്നാ പറയാം. ഓക്കെ, ഇങ്ങനെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വെറുതെ യുദ്ധം ചെയ്യാനൊന്നുമല്ല, നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ നടത്തുന്ന ടെറർ, ആ ടെറർ അവർ തലമുറകളോട് ഓർത്തിരിക്കണം. ഇങ്ങനെ ഒരു സാധനം വേറെ ഏതെങ്കിലും മതത്തിലൊക്കെ പറയുന്നുണ്ടോ? ഇല്ല, എൻ്റെ അറിവിൽ. ഇനി അഥവാ ഉണ്ടെങ്കിൽ ഇന്ന് ആരെങ്കിലും കൊണ്ടുനടക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇവര് ഇപ്പോൾ ഒക്ടോബർ 7 ഇസ്രായേലിൽ കയറിയിട്ട് ആ പണി ഒപ്പിക്കുമ്പോൾ അവരെന്തിനാ ഇത് വിഷ്വൽ എടുക്കുന്നത്, ഈ ആക്ഷൻ ക്യാമറ വെച്ചിട്ട്? ഞാൻ ആ സ്ഥലത്തൊക്കെ പോയി കണ്ടിട്ടുള്ളതാണ്. അവിടെ പോയി കണ്ടാൽ നമ്മളെ ചങ്ക് തകരും. അതിലൊരു കേസുണ്ട്, ഈ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ബോംബ് ഷെൽട്ടേഴ്സ് ഉണ്ട്. വീടുകൾ, പഴയ വീടുകളിലൊക്കെ പുറത്തായിരിക്കും ഉണ്ടാവുക. പുതിയ വീടുകളിലൊക്കെ വീടിനോട് ചേർന്ന് തന്നെ ഉള്ളിൽ തന്നെ ഒരു റൂം, സ്ട്രോങ് റൂം പോലെ അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു കിബുട്സ് അവിടെ അങ്ങനെ ഒരു പഴയ സ്ട്രക്ചറാണ്. അപ്പോൾ ഇത് ബോംബ് ഷെൽട്ടർ പുറത്തായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം വന്നു, ഇത് ബുദ്ധിമുട്ടിങ്ങനെ വന്നപ്പോൾ ചില വീടുകളിൽ പുറത്തായതുകൊണ്ട് ആ വീടുകളിൽ പുറത്ത് ജോലി ചെയ്തിരുന്ന ആളുകൾ ആ ബോംബ് ഷെൽട്ടറിലേക്ക് ഓടിക്കയറി. ആ ഓടിക്കയറിയ സമയത്ത് ഇവരകത്തുനിന്ന്, അപ്പോൾ ബോംബ് ഷെൽട്ടറിൻ്റെ ഉദ്ദേശം എന്താണ്? ബോംബ് വീണ് പൊട്ടുമ്പോൾ, ഷെല്ല് വീണ് പൊട്ടുമ്പോൾ, റോക്കറ്റ് വീണ് പൊട്ടുമ്പോൾ അതിൻ്റെ ആ സ്പ്ലിൻറ്റേഴ്സ് വന്ന് മേത്ത് കയറാതിരിക്കാനും അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നേരിട്ട് വന്ന ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മറികടക്കാനുള്ള ഒരു വഴിയല്ല സത്യത്തിൽ ഈ സാധനം. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഹാൻഡിലൊക്കെ വേണമെങ്കിൽ ഒന്ന് ആഞ്ഞ് ചവിട്ടിയാൽ വേണമെങ്കിൽ
പൊട്ടിപ്പോരും. അങ്ങനെയൊക്കെയുള്ള സ്ട്രക്ചേഴ്സാണ്. അല്ലെങ്കിൽ അതിന് ഹോൾസ് ഒക്കെ ഉണ്ട്, എയർ പുറത്തേക്ക് പോകാനൊക്കെ. അപ്പോൾ ഇവർ ഈ ഹമാസിൻ്റെ തീവ്രവാദികൾ എന്താ ചെയ്തത്, അവർ ഈ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ഇതിൻ്റെ ഗ്യാപ്പിൽ, ഈ നട്ടിൻ്റെ ഗ്യാപ്പിൽ കൂടെ അകത്തേക്ക് സ്പ്രേ ചെയ്തു. അപ്പോൾ 7 പേരാണ് ഈ തായ്ലൻഡിൽ നിന്നുള്ള ഈ ഫാം വർക്കേഴ്സ് അതിനകത്തുണ്ടായിരുന്നത്. അവർ ആ ശ്വാസം മുട്ടിയിട്ട് പുറത്തേക്ക് ഓടുന്ന സമയത്ത് അവരുടെ പിന്നിൽ നിന്നാണ് വെടിവെച്ചിട്ട് അവരെ വീഴ്ത്തുന്നത്. ഓക്കെ, ഇവർ ജൂതന്മാരായിട്ട് ഇവരുടെ ബന്ധം എന്താണ്? അവരവിടെ ജോലി ചെയ്ത ആളുകളാണ്. ഇങ്ങനെ കൊല്ലപ്പെട്ടതിലൊരു നേപ്പാളി ഉണ്ട്, ഈ പറയുന്ന ഈ കൂട്ടത്തിൽ പിടിച്ചുകൊണ്ട് പോയി ബന്ദിയാക്കപ്പെട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർ ഇത് റെക്കോർഡ് ചെയ്യാണ്. ഇത് റെക്കോർഡ് ചെയ്തിട്ടാണ് ഇത് പുറത്തേക്ക് വിടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടെററൈസ് ചെയ്യാന്ന് പറയും അവർ. ഇത് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ച് അവരെ കൂടുതൽ ഞങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ ഈ സുഡാനിൽ പോലും അവർ ഇതെല്ലാം റെക്കോർഡ് ചെയ്യും. നമ്മളാലേക്ക് ഇതൊക്കെ എങ്ങനെയാണ്, ഇതാരെ റെക്കോർഡ് ചെയ്യുന്നത് നമ്മളാലേക്ക്, ഇത് അവർ തന്നെ ചെയ്യുന്നതാണ്. ഹമാസിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ അതിൽ മെമ്പറാണ്. നിങ്ങൾക്കും മെമ്പർ ആവാൻ പറ്റും. അതിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും ഈ വീഡിയോ ഒക്കെ. അവർ തന്നെ വലിയ ഒരു ആത്മാഭിമാനത്തോടു കൂടി ഷെയർ ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് ഞങ്ങളുടെ ടെറർ നിങ്ങൾ കണ്ടോ, ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ഈ പാഠമായിരിക്കട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഇതിന്. അപ്പോൾ ഇസ്ലാം അല്ലെങ്കിൽ ഫെയ്ത്ത് ആസ് എ പീസ് അല്ലെങ്കിൽ ഇങ്ങനൊരു ക്ലെയിം ഇസ്ലാമിനില്ല. അത് അൾട്ടിമേറ്റ്ലി അത് ഡോമിനേഷനാണ്. ആ ഡോമിനേഷൻ്റെ വഴി എന്ന് പറയുന്നത് ജിഹാദാണ്. ആ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ടെററാണ്. ആ ടെറർ എന്ന് പറയുന്നതിൻ്റെ രീതി എന്ന് പറയുന്നത് ടെററൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലെവിടെയാണ് ഈ പീസ് ഉള്ളത്? സാധാരണ നമ്മൾ ചില ആൾ തമാശക്ക് പറയാറുണ്ട്, സുഖപ്രസവത്തിലെ സുഖം പോലെയാണ് ഈ സമാധാന മതത്തിലെ സമാധാനം എന്ന് പറയുന്നത്. രണ്ടിലും അവസാനമില്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഈ മതവിശ്വാസമില്ലേ, അത് ഓരോ ആൾക്കാരുടെ ഇന്റർപ്രിട്ടേഷൻ അതിനനുസരിച്ചായിരിക്കില്ല ഉണ്ടാവുക. അവരേത് കൾച്ചറിൽ ജീവിക്കുന്നു, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കുടുംബം, അതൊക്കെ അനുസരിച്ച് മാറുമല്ലോ അല്ലേ ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ? ഇല്ലേ? ഉണ്ടോ? ഈ കുറെ ഒരു 50 വർഷം മുന്നേ ഇവിടെ പർദ്ദ ഉണ്ടായിരുന്നു, കറുത്ത പർദ്ദ. അത് ഞാൻ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം. ഉണ്ടായിരുന്നോ? ശരിക്കും പർദ്ദ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. ഇന്നുണ്ടായില്ലേ? അപ്പോൾ ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മൾ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടത് പണ്ട് പർദ്ദ ഉണ്ടാവണം, ഇന്ന് പർദ്ദ ഇല്ലാതിരിക്കണം, അതല്ലേ വേണ്ടത്? അതാണോ സംഭവിക്കുന്നത്? നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് എന്താണോ ഒറിജിനൽ സാധനം അത് എടുക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലൈൻഡ് ഒബീഡിയൻസ് തന്നെയാണ്. അപ്പൊ പർദ്ദ ഇല്ലാത്തൊരു സമൂഹത്തിലേക്ക് പർദ്ദ കടന്നു വരുന്നു. അത് എങ്ങനെയാ വരുന്നത്? അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, റീഇന്റർപ്രറ്റ് ചെയ്ത് അതിന്റെ സാധനം യഥാർത്ഥത്തിൽ എന്ത്, അതാണ് ഈ പ്യൂരിറ്റാനിസം എന്ന് പറയുന്നത്. ഒരു ശുദ്ധിവാദമാണ് അതിലേക്ക് വരാം. ഈ ശുദ്ധിവാദത്തിലൂടെ സംഭവിക്കുന്ന എന്താണ്? യഥാർത്ഥ ഇസ്ലാമിലേക്ക് പോകാന്നുള്ളതാണ് പറയാം. അപ്പൊ ഈ സലഫികൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ വരുന്നത് അതാണ്. സലഫു സാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ എങ്ങനെയാണോ ഇസ്ലാമിനെ പിന്തുടർന്നത് അതേപോലെ പിന്തുടരുക, ഇതാണ് അതിന്റെ ലക്ഷ്യം. ഓക്കെ, അതാണ് അവരുടെ ഉദ്ദേശം തന്നെ. അല്ലാതെ ആധുനിക ലോകത്തിന് യോജിച്ച രീതിയിൽ എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല ഈ ഒരൊറ്റ സംഘടനയുടെ ലക്ഷ്യം. എന്താണോ യഥാർത്ഥത്തിലുള്ളത് അതിലേക്ക് പോവുക. ബാക്ക് ടു ദ ബേസിക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൺസെപ്റ്റാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ പർദ്ദയിലേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഈ പറയുന്ന മറ കെട്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ പറയുന്ന പോലെ വേർതിരിക്കൽ, സെഗ്രിഗേഷൻ, പിന്നെ അങ്ങനെ ഇപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ സൂംബ വിവാദം ഉണ്ടായപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് എല്ലാത്തിലും സംഭവിക്കുന്നത് അത്തരത്തിലുള്ള ബാക്ക് ടു ബേസിക്സ്, ആ പ്യൂരിറ്റൻ വാദത്തിലേക്ക് പോവാം. അതാണ് അവിടെ സംഭവിക്കുന്നത്. സോ അവിടെ ആ ഒരു റിഫോർമേഷൻ എന്ന് പറയുന്നത് ലോകത്ത് സംഭവിക്കാത്ത ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു റിഫോമിസ്റ്റിനെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എണ്ണിയെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ഹിന്ദു മതത്തിലൊരു റിഫോമിസ്റ്റിന്റെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പേര് കിട്ടില്ലേ? ഒരാളുടെ പേര് പറഞ്ഞ് ഹിന്ദു മതത്തിൽ റിഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടി നിന്നിട്ടുള്ള ഒരാളുടെ പേര് ശ്രീനാരായണ ഗുരു. പല ആളുകളെ നിങ്ങൾക്ക് എണ്ണി പറയാം. ക്രിസ്ത്യാനിറ്റിയിൽ നിങ്ങൾക്ക് ഒരാളെ കണ്ടെത്തിക്കൂടെ? ഇസ്ലാമിൽ ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റും? ഒരാളുണ്ടായിരുന്നു നമുക്ക് അറിവിൽ, ഈ മലയാളത്തിൽ ചേകന്നൂർ മൗലവി. മൂപ്പരെവിടെ? മൂപ്പരെന്തവർ ചെയ്തത്? ഇനി ഇപ്പോൾ നിലവിലുള്ള ഒരാളാണ് മുസ്തഫ മൗലവി. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പുള്ളി പറഞ്ഞ മാതിരി ഇതിനെ റീഇന്റർപ്രറ്റ് ചെയ്യുന്ന ആൾ. അപ്പോൾ അതായത് ഇപ്പോൾ എന്താണ്, കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന് പറയുന്ന ആയത്ത് സത്യത്തിൽ ഇസ്ലാമിൽ എഴുതി വെച്ചിരിക്കുന്നത് കാഫിറിനെ കൊല്ലുക എന്ന് തന്നെയാണ്. പക്ഷെ പുള്ളി അതിനെ റീഇന്റർപ്രറ്റ് ചെയ്ത് എന്ത് പറയും? കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിന്മ, അതല്ലെങ്കിൽ ഡാർക്ക്നെസ്. അപ്പോൾ അതിനെ നമ്മൾ കണ്ടെടുത്ത് വെച്ചില്ലാതെയാക്കണം എന്നാണ് പറഞ്ഞത്. അത് കാഫിറിനെ കൊല്ലുക എന്നുള്ളതല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓക്കെ, കൊള്ളാലോ ഐഡിയ, നല്ല സാധനമല്ലേ. ഒരു തിന്മ കണ്ട എവിടെ വേണേലും നമ്മൾ അതിനില്ലാതെയാക്കണം എന്ന് പറയുന്നത് നല്ല ഒരു കൺസെപ്റ്റാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇതിനകത്ത് പറയും. ഇനി നല്ലതാണെന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും മിനിമം ഇത് ആരാ എടുക്കേണ്ടത്? മുസ്ലിങ്ങൾ എടുക്കണ്ടേ? അവരത് എടുക്കണ്ടോ? അവരെന്താ ചെയ്തത്? അവർ മുസ്തഫ മൗലവിനെ കാഫിറാക്കല്ലേ ചെയ്തത്.
ഇതാണ് സംഭവിക്കുക. അപ്പോൾ ഒരു റിഫോം എന്ന് പറയുന്ന സാധനം അകത്തു നിന്ന് സാധിക്കില്ല. ഒരാളെ പോലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. ഈ ലോകത്തൊരാൾ പോലും ജീവിച്ചിരിപ്പില്ല അങ്ങനെ ചെയ്തല്ലോ. ആ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഒന്നുകിൽ അവർ ഇസ്ലാമിൽ നിന്ന് അവർ ചവിട്ടി പുറത്താക്കുക, അല്ലെങ്കിൽ അവർ കൊന്നിട്ടുണ്ടാവും. ഇപ്പം നമ്മളൊക്കെ മതത്തിൽ നിന്ന് പുറത്ത് വരേണ്ടി വന്നത് അങ്ങനെ. ഇപ്പം ഞാൻ ആലോചിക്കണം, ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെയൊക്കെ പറഞ്ഞൊക്കെ ഒരു സാഹചര്യമൊക്കെ ഒരുക്കുന്ന ഒരാളുണ്ടായിരുന്നു, മുന്നേ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇപ്പോഴും ഒരു ഇൻസൈഡറായിട്ട് ചിലപ്പോൾ ഇതിനെ വിമർശിക്കുന്ന ഒരാളായിട്ട് നിലനിന്ന് പോയേനെ. അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ഇപ്പം അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ഇപ്പോൾ കുറേ ആളുകൾ നമ്മൾ വിളിച്ചിട്ട് പറയുമ്പോൾ അവരങ്ങനെയാണ് നിലനിൽക്കുന്നത്. അതായത് അവർ മതമൊക്കെ വിട്ടു, പക്ഷെ അവർ ഈ പേപ്പട്ടി മതം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഫലവത്താവുന്നത് അങ്ങനെയും കൂടിയാണ്. കാരണം ഈ റാബീസിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഒരു മെഡിക്കൽ ഒരു സ്വഭാവം. മനുഷ്യനിൽ അത് ബാധിച്ചു കഴിഞ്ഞാൽ അത് ഡെഡ് എൻഡാണ്. മനുഷ്യനിൽ നിന്ന് വേറൊരു മൃഗത്തിലേക്കോ അല്ലെങ്കിൽ മനുഷ്യനിലേക്കോ പോകുക എന്ന് പറയുന്നത് വളരെ അപൂർവം. പക്ഷെ മറ്റ് ജന്തുക്കളിൽ നിന്ന് നമുക്ക് കിട്ടും. പശുവിൽ നിന്ന് കിട്ടും, പട്ടിയിൽ നിന്ന് കിട്ടും, ആടിയിൽ നിന്ന് കിട്ടും, ഏതിൽ നിന്ന് വേണമെങ്കിലും, പൂച്ചയിൽ നിന്ന് വരെ കിട്ടും. പക്ഷെ മനുഷ്യനിൽ നിന്ന് ഒരാളിലേക്ക് പോകില്ല. അപ്പോൾ ഫോർ എ റാബീസ് അതൊരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനാണ് ആ വൈറസിന്. കാരണം ഇയാളിൽ കയറേണ്ട ഇല്ലായിരുന്നു എന്ന് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഡെഡ് എൻഡ്, ആ വൈറസിന്റെ അന്ത്യമാണ് അവിടെ. എന്ന് പറഞ്ഞ മാതിരി ഒരു ഇസ്ലാം എന്ന് പറയുന്ന വൈറസ് അതൊരു എക്സ് മുസ്ലിമിന്റെ ശരീരത്തിൽ കയറിയാൽ ആ ഇസ്ലാമിന്റെ അന്ത്യമാണ്. ഓക്കെ, ദാറ്റ്സ് ദ ഡെഡ് എൻഡ് ഓഫ് ദാറ്റ് വൈറസ്. അതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവാൻ കഴിയും. അപ്പോൾ ആ എക്സ് മുസ്ലിം ഒരു എക്സ് മുസ്ലിം ആണെന്ന് ബാനർ ഒട്ടിച്ച് നടക്കൊന്നും വേണ്ട. ആ ചിന്തയുള്ള ഒരു മുസ്ലിമിന്റെ ഉള്ളിലേക്ക് കയറിയാൽ മതി. അപ്പോൾ ഇന്ന് നമ്മളോട് വിളിക്കുകയും പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ പുറത്ത് കടന്ന്, എന്നാൽ എക്സ് മുസ്ലിം ആണെന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അവരോട് നമ്മൾ പറയുക, ജസ്റ്റ് ബി ദ ഡെഡ് എൻഡ് ഓഫ് ഇസ്ലാം, അത്രേ ഉള്ളൂ. നിങ്ങളിലൂടെ ഒരാളിലേക്ക് അത് പോകരുത്, നിങ്ങൾ അത്ര എൻഷുർ ചെയ്താൽ മതി. അങ്ങനെ ഒരു മുസ്ലിം സമുദായത്തിൽ ഒരു 20%, 25% ആളുകൾ മാറിയാൽ തന്നെ ഇസ്ലാമിൻ്റെ കഥ തീരും. അതാണ് നമ്മളുടെ ലക്ഷ്യം. 50% പോലും വേണ്ട, ഒരു 25% മുസ്ലിങ്ങൾ എക്സ് മുസ്ലിം ആവുന്ന ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ ആ സാധനത്തെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നത് മാറി ഇതിലെ കുഴപ്പങ്ങളെ ഡിഫെൻഡ് ചെയ്യുന്ന ഇതിൻ്റെ ഇങ്ങനെ എടുത്ത് പറയാനും അതല്ലെങ്കിൽ അത് ഇൻറ്റേർണലി അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും പറ്റുന്ന തലത്തിലേക്ക് ഒരു 25% മുസ്ലിങ്ങൾ മാറിയാൽ തന്നെ അവിടെ ആ ഒരു മാറ്റം സംഭവിക്കുക. അതാണ് ആ ഒരു സോഷ്യോളജിക്കൽ ഒരു ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതിൽ മാറ്റം വരും. അതാണ് നമ്മളെ പ്രതീക്ഷ. അതായത് റഫലി പറഞ്ഞ 4-ൽ ഒരാൾ. അപ്പോൾ 4 മുസ്ലിങ്ങളെടുത്ത ഒരു മുസ്ലിം എക്സ് മുസ്ലിം ആയാൽ ഗെയിം ഓവറാണ്. അതാണ് മാറ്റം സാധ്യമാണ്. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പറയാം. ഇപ്പം തന്നെ ഏകദേശമൊക്കെ അങ്ങനെ ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ വീട്ടിലും ഒരു എക്സ് മുസ്ലിം ഉണ്ടെന്നാണ് ഞാൻ റഫായിട്ട് പറയാറ്. എല്ലാ വീട്ടിലും ഒരു എക്സ് മുസ്ലിം. പക്ഷെ തുറന്നു പറയാൻ പറ്റുന്നില്ല. പറ്റണം നിർബന്ധമൊന്നുമില്ല, ആയാൽ മതി, മനസ്സുകൊണ്ടായാൽ മതി. മീൻസ് ഈ സാധനത്തിന് ഇപ്പം എത്ര ഹിന്ദുക്കൾ തീവ്ര ഹിന്ദുക്കളാണ്. ഇപ്പോൾ നിങ്ങൾ വലിയ ഹിന്ദു ആണെന്നൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങൾ ഹിന്ദു മതത്തിലെ ഒരു കുഴപ്പം ഒരെണ്ണം പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഒരു മുസ്ലിമിൻ്റെ അടുത്ത് നിങ്ങൾ വലിയ മുസ്ലിം ആണെന്നൊന്നും വേണ്ട, ഒരു സാധാരണ മുസ്ലിം, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേജ് 1 മുസ്ലിം, വെറും മുന്നക്കായ തിന്നുന്നതും സലാം പറയുന്നത് മാത്രമേ അറിയുള്ളൂ. അയാളോട് പോയിട്ട് ഇസ്ലാമിലൊരു തിന്മ പറയാൻ പറഞ്ഞാൽ എന്താ പറയുക? ഇസ്ലാമിൽ തിന്മയൊന്നുമില്ല. അതാണ് അവസ്ഥ. അപ്പോൾ അത് മാറണം. ഈ എല്ലാ മതവും കണക്കാണ്, ഇസ്ലാമും കണക്കാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു 1/4 ആളുകൾ വന്നാൽ മതി, ഇത് മാറ്റം വരും.